E-Master Digital Education App Kerala syllabus 8ാം ക്ലാസ് മുതൽ +2 വരെ. Download now. എന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഓണാശംസകൾ. യു ആർ വെൽക്കം ടു കെൻമി ഓൺലൈൻ ഇംഗ്ലീഷ് പ്രസൻസ് മൈ ജി ഫ്ലവേഴ്സ് 1 കോടി. എനിക്കറിയാം ഈ ഓണക്കാലത്ത് ഓണമൊന്നും ആഘോഷിക്കാൻ കഴിയാതെ നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കുകയാണെന്ന്. ഓണം മിക്കവാറും ഫ്ലവേഴ്സിലും 24-ലുമാണ്. അങ്ങനെ നിങ്ങൾ ആഘോഷിക്കുക. നമുക്കറിയാം സിനിമാശാലകളൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. ഈ സിനിമാശാലകൾ ഇനി എന്നാണ് തുറക്കുക? ഒരുപക്ഷെ പല മേഖലകളെയും പോലെ സിനിമാ മേഖലയും തകർന്നു പോകും എന്ന് നമ്മൾ സംശയിക്കാൻ വരട്ടെ. ഒരു നൂറ്റാണ്ടിന് മുമ്പ് ലോകത്ത് സ്പാനിഷ് ഫ്ലൂ പൊട്ടി പുറപ്പെട്ടു. ആയിരക്കണക്കിന് ആളുകൾ അന്ന് കൊല്ലപ്പെട്ടു. അന്ന് ആളുകൾ വിശ്വസിച്ചത് എല്ലാ മേഖലകളും തകർന്ന് തരിപ്പണമായി, അതോടൊപ്പം സിനിമാ മേഖലയും ഇല്ലാതാകും എന്നാണ്. എന്നാൽ പിന്നീട് കണ്ടത് ഹോളിവുഡിന്റെ ഉദയമായിരുന്നു, സിനിമയുടെ പ്രളയമായിരുന്നു. ലോകത്തിന്റെ പല രാജ്യങ്ങളിലും ഇഷ്ടം പോലെ സിനിമകൾ നിർമ്മിക്കപ്പെട്ടു. അതേപോലെയാണ് 10-15 മാസക്കാലമായി കോവിഡിന്റെ നടുവിലാണ് നമ്മൾ കരുതുന്നു സിനിമാ രംഗം തകർന്നു പോയിന്ന്. അതല്ല, സിനിമാ രംഗം ഒരു തിരിച്ചുവരവ് നടത്തും. ഒരൊന്നൊന്നര വരവ്, ഒരു മഹാപൂരത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കും. എന്നാൽ ആ മഹാപൂരത്തിന് മുമ്പ് ഒരു ചെറുപൂരം ഇന്നിവിടെ അരങ്ങേറാൻ പോകുന്നു. ഈ പൂരാഘോഷത്തിനായി ഈ പറമ്പിൽ എത്താൻ പോകുന്നു തിരുവല്ലയിലെ പുതുപ്പറമ്പിൽ PK വർഗീസിന്റെ പുത്രൻ അജു വർഗീസ്. അതെ, മലയാള സിനിമയുടെ പ്രിയപ്പെട്ട നടൻ അജു വർഗീസ്. തൊട്ടടുത്ത വീട്ടിലെ പരോപകാരിയായ പയ്യന്റെ മുഖമാണ് അജു വർഗീസിനെ സിനിമയിലും ജീവിതത്തിലും മലയാളികൾക്ക് പ്രിയങ്കരനാക്കുന്നത്. ആദ്യ ചിത്രം സമ്മാനിച്ച സൗഹൃദങ്ങളുടെ സൗഭാഗ്യം നടനും നായകനും നിർമ്മാതാവുമായി മലയാള സിനിമയുടെ ഉയരങ്ങളിൽ എത്തുമ്പോഴും അജു കാത്തുസൂക്ഷിക്കുന്നു. പ്രശസ്തനാകുമ്പോഴും വന്ന വഴികളിലേക്ക് വിനയത്തോടെ തിരിഞ്ഞു നോക്കാൻ താരത്തിരക്കുകൾക്കിടയിലും അജു വർഗീസ് മടിക്കുന്നില്ല, മറക്കുന്നുമില്ല. പൊട്ടിച്ചിരിപ്പിക്കുന്ന കഥാപാത്രങ്ങളായി മനസ്സിൽ നിറയുമ്പോഴും കണ്ണീര് തുടയ്ക്കാനുള്ള നിയോഗമേറ്റെടുക്കാൻ അജു വർഗീസിന് താരപദവി ഒരു തടസ്സമാകുന്നില്ല. സ്വാഗതം അജു വർഗീസ് ഫ്ലവേഴ്സ് 1 കോടിയുടെ വേദിയിലേക്ക്. ഹായ് അജു. നമസ്കാരം ചേട്ടാ. അജു ഏറ്റവും അവസാനം അഭിനയിച്ച സിനിമയില് 4 കുട്ടികളുടെ പിതാവായിരുന്നു, സാറാസ്. യഥാർത്ഥ ജീവിതത്തിലും അജു 4 കുട്ടികളുടെ പിതാവാണ്. അതും 2 ടിൻസ് അല്ലേ? ഒരു അപൂർവ സംഭവമല്ലേ അത്? അതെ. സിനിമയിൽ പക്ഷെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. കുടുംബാസൂത്രണം ജയിച്ചു ആ സിനിമയിൽ. ജൂഡ് എനിക്ക് പണി തന്നതാ. ഇനി ഒരു കാലത്തും അല്ലേ കഥയൊന്നും പറഞ്ഞില്ല. ഇല്ല, ഒരു 2 മണിക്കൂർ വേണമെന്ന് പറഞ്ഞു. നമ്മുടെ സുഹൃത്താണ്. ഷൂട്ട് ചെയ്തപ്പോഴും എനിക്കൊന്നും മനസ്സിലായില്ല ഈ സിനിമയുടെ കഥയും. അവസാനം എനിക്കിട്ട് വരുന്ന ഒരു പാരയാണെന്നൊന്നും മനസ്സിലായില്ല. കണ്ടോ ഈ സിനിമ? കണ്ടു. എപ്പോഴാണ് അതിന്റെ ആ ബോംബ് ലാസ്റ്റ് വെച്ചിട്ടാണ് എന്നെ. മാത്രമല്ല ഒറ്റ തൊഴിൽ അല്ലേ, പ്രശ്നം തീർന്നു, എല്ലാം അവസാനിപ്പിച്ചു. എല്ലാം പെട്ടെന്നായിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ സുഹൃത്തിനെ കണ്ടോ നമ്മുടെ സംവിധായകൻ? ഇല്ല, കാണാൻ ഈ ദിവസങ്ങളുണ്ട്. മിക്കവാറും നമുക്കൊന്ന് കാണേണ്ടി വരും. നമുക്ക് കോവിഡ് അല്ലേ, അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്ന് ഊഷ്മ വളർന്നല്ലോ അജുവിന്റെ. ആയിക്കോട്ടെ, ഒന്ന് നേരെ നിന്ന് കഴിഞ്ഞാൽ മുഖസൗന്ദര്യം ദർശിച്ചാൽ എല്ലാം ഓക്കെ. വളരെ നോർമൽ, കുഴപ്പമില്ല. അജു, എനിക്ക് തോന്നുന്നു മലർവാടി ആർട്സ് ക്ലബിൽ ഒരു സൗഹൃദത്തിന്റെ ഭാഗമായിട്ടാണ് സിനിമയിൽ വന്നത്. അതെ, ചെന്നൈയിലായിരുന്നു പഠിച്ചത് അല്ലേ?
അജുവിന് സിനിമാ മോഹം ഉണ്ടായിരുന്നു കോളേജ് പഠിക്കുമ്പോൾ? ഉണ്ടായിരുന്നു. വിനീതൊക്കെ നിങ്ങൾ ഒരേ ബാച്ച് ആയിരുന്നു. വിനീത് മെക്കാനിക്കൽ ആയിരുന്നു, ഞങ്ങൾ ഇലക്ട്രോണിക്സ് ആയിരുന്നു. പക്ഷെ ഈ മദ്രാസ് ചെന്നൈയിലേക്ക് അജു എന്താ പഠിക്കാൻ പോയത്? ഇവിടെ സ്ഥലമില്ലാത്തോലെ? അല്ല, ഞാൻ ഇവിടുത്തെ എൻട്രൻസ് എഴുതി, ലിസ്റ്റ് പേര് വന്നില്ല. പിന്നെ ചെന്നൈയിലേക്ക് വേറെ വഴിയില്ലല്ലോ. പിന്നെ മദ്രാസ് ആയതുകൊണ്ട് തന്നെ ചേട്ടാ ഈ മലയാളികൾ കുറവാണല്ലോ, അല്ലെങ്കിൽ ഭൂരിഭാഗം മലയാളികളല്ലല്ലോ. ഇപ്പൊ എല്ലാ ബാച്ചും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം മലയാളികളെ അങ്ങോട്ടും. എസ്പെഷ്യലി വിനീതിനെ അദ്ദേഹത്തിന്റെ അച്ഛൻ ശ്രീനിവാസൻ സാറിനെ നമുക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഡെഫിനറ്റ്ലി അറിയാമായിരുന്നു. അങ്ങനെ പരിചയം, സൗഹൃദമായി. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സിനിമയിലോട്ട് വന്നത്. പക്ഷെ ആ സമയത്താണ് സിനിമയിൽ ഭാഗമാകണം എന്നൊക്കെ ആഗ്രഹം വന്നു. പക്ഷെ നടനായിട്ടില്ല, സിനിമയുടെ പിന്നണി കാണണം. അതെ അതെ. അപ്പോ ആ മോഹത്തിന്റെ സാക്ഷാത്കാരമായിട്ടാണോ പിന്നീട് പ്രൊഡ്യൂസർ ആയത്? അല്ല, അതിന് മുമ്പ് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ചെയ്യാൻ പോയി. ഞാൻ കേട്ടു. അങ്ങനെ സിനിമയിലായിരുന്നു? ജേക്കബിന്റെ സ്വർഗരാജ്യം എന്ന് പറഞ്ഞ സിനിമയ്ക്ക്. അപ്പൊ അത് എനിക്ക് പോയി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി, ക്യാമറയ്ക്ക് മുന്നിലെ കളിയിൽ പിടിക്കാൻ പോയതാണ്. പോയി ഒന്ന് ശ്രമിക്കണമല്ലോ, അതായിരുന്നല്ലോ ആഗ്രഹം. അപ്പം അത് പോയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത് ഈശ്വരൻ അല്ലെങ്കിൽ വിനീത് എനിക്ക് തന്ന, ഇപ്പൊ കാണിച്ചെന്ന വഴി കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക, അതാണ് എനിക്ക് പറ്റുന്ന വഴി. മറ്റേ പണി നാട്ടുകാർ പണി തരുന്ന പ്രശ്നമാവും അല്ലേ? അജുവിന്റെ ഇടയ്ക്ക് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായോ? ഞാൻ ആയിരുന്നു ബാങ്കിൽ. ഞാൻ ബാങ്കുകാർ പണി തന്നോ, അജു പണി അവർ കൊടുത്തോ? അതും ഇതേപോലെ ഒരു കോവിഡ് പോലൊരു സംഭവമായിരുന്നു. ഫിനാൻഷ്യൽ കോവിഡ് എന്ന് പറയാം, റിസഷൻ 2008. സ്ഥിരം ഒരു ജോലിയായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതിന് മുമ്പ് ഞാൻ സദർലാൻഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയിലായിരുന്നു, കോൾ സെന്ററിലല്ല, അത് HR തന്നെ. അജുവിന് ഉദ്യോഗസ്ഥന്റെ ഒരു പണി ചേരുവോ? ഞാൻ അജുവിന്റെ ഒരു പ്രകൃതമൊക്കെ കാണുമ്പോൾ, അജുവിന്റെ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ കാണുമ്പോൾ ഇങ്ങനെ ഒരു ബാങ്കിൽ പോയി ഇരിക്കാനൊക്കെ പറ്റും? എനിക്കും അറിയില്ലായിരുന്നു. അത് വളരെ യാദൃശ്യമായി സംഭവിച്ചതാ. കോളേജ് കഴിഞ്ഞ് പാസ്സാവുന്ന ആരും കരുതിയില്ല സമയത്തിന്. പാസ്സാവുന്നറിയാം, പക്ഷെ കയ്യില് ഉണ്ട്. ഞാൻ ഫൈനൽ ഇയർ 11 എഴുതിയത്. അപ്പൊ അത് ഓൺ ടൈം പാസ്സാവുന്ന ആരും അറിഞ്ഞില്ല. അതാണല്ലേ ഞെട്ടിച്ചോ? ഞാനും പിന്നെ വീട്ടുകാരല്ല, ക്യാമ്പസ് മുഴുവൻ ഞെട്ടി. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെ പറ്റിച്ചെടുത്ത അജു? അത് ദൈവാനുഗ്രഹം. കാര്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഒരു പേപ്പർ എഴുതാൻ പോയപ്പോ ചേട്ടാ 2 പരീക്ഷ വെച്ച് ഉള്ള 3 ദിവസമൊക്കെ അടുപ്പിച്ചുണ്ട്. അത് രാവിലെ ഉച്ചയ്ക്ക് കരിയർ സപ്ലൈ ഉള്ളതുകൊണ്ട്. അപ്പം ഒരു ദിവസം ഞാൻ ഇങ്ങനെ നോക്കുമ്പം ഏതോ ഒരു പഴയ ക്വസ്റ്റ്യൻ പേപ്പർ നിലത്ത് കിടന്നു, പഴയ പേപ്പർ. ഞാനത് പറയുന്നത് ശരിയല്ല, അത് ആ പ്രായത്തിന്റെ വിവരക്കേട്. നമ്മളിങ്ങനെ കാലും കൊണ്ട് ചുമ്മാ തൊഴിച്ചു. അപ്പൊ അതിങ്ങനെ ഫ്ലോട്ട് ചെയ്യുമല്ലോ പേപ്പർ, അതിന്റെ കയ്യിൽ ഇങ്ങനെ ഒന്ന് പിടിച്ചു. അപ്പൊ അത് പിറ്റേ ദിവസത്തെ സബ്ജക്റ്റിന്റെ പേപ്പറായിരുന്നു, പഴയൊരു. ഞാൻ ആദ്യം മാത്രം പഠിച്ചു, അത് മാത്രമേ പഠിച്ചുള്ളൂ. ആ 15 ചോദ്യങ്ങൾ മാത്രമേ ഞാൻ പഠിച്ചുള്ളൂ. അതിലൊരു 8 എന്തോ വന്നു, രക്ഷപ്പെട്ടു. അപ്പൊ അങ്ങനെ ഒക്കെയാണ്. ഭാഗ്യത്തിന്റെ അംശം അജുവിന്റെ മുന്നാലെ ഉണ്ടെന്നുള്ളതാ. തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ഞാൻ പാസ്സാവില്ല. 10ഉം പാസ്സാവില്ല, 12ഉം പാസ്സാവില്ല. ഒരു കോമ്പറ്റേറ്റീവ് പരീക്ഷ എഴുതി പാസ്സാകാൻ പറ്റുമോ? ഇനിയിപ്പോ ഒരു തോന്നുക ഒരു ഉദ്യോഗസ്ഥനാവണം, പാടല്ലേ? വേണ്ടാത്ത പണിക്ക് പോകണ്ട അല്ലേ? ഇപ്പൊ ചേട്ടാ സിനിമ മേഖലയൊക്കെ അനിശ്ചിതത്തിൽ നിൽക്കുകയാണ്. ഞാൻ സിനിമാ മേഖലയിലോട്ട് വരുമ്പോഴും ഞാൻ ഒരു സിനിമ, പിന്നെ ഒരു സിനിമ കിട്ടുമ്പോ അങ്ങനെയൊക്കെ ഉള്ളൂ. ഞാനതൊരിക്കലും ഒരു പെർമനന്റ് ജോലിയായിട്ട് ഇപ്പോഴും കാണുന്നില്ല. ഇതിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു മേഖലയാണ്, നമുക്ക് എപ്പോഴും കോമ്പറ്റേറ്റീവ് ആണ്. അപ്പം എന്തിനും റെഡി ആയിട്ടാണ് ഞാൻ ഈ കഴിഞ്ഞ വർഷം. ഉൾപ്പെടെ എന്ത് പരിപാടി, എനിക്ക് ജോലി എടുക്കാൻ മടിയില്ല, ഏത് ജോലിയും ചെയ്തു. അല്ല, ഈ ഒരു മനസാന്നിധ്യം അജുവിന്റെ ചില നിലപാടുകളും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പൊ പൃഥ്വിരാജിന്റെ ലക്ഷദ്വീപ് വിവാദത്തിന്റെ നടുവിൽ അജു ഒരു പ്രസ്താവന ഇറക്കി. സാധാരണ പല ആൾക്കാരും പലപ്പോഴും ഈ സിനിമ രംഗത്തുള്ള ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം, ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ കണ്ടത്, അവര് പുലിവാലി പിടിക്കാൻ പോവില്ല, പരമാവധി അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കും. പിടിച്ചു പോയിട്ടുണ്ട്. അപ്പൊ ഈ അജു പക്ഷെ പലപ്പോഴും നിശ്ചിതമായ അഭിപ്രായം തന്നെ പറയുകയും എന്റെ മനസ്സിൽ ഇതാണ് എന്ന് യാതൊരു സംശയവും ഇല്ലാത്ത രീതിയിൽ വെളിവാക്കുകയും ചെയ്യുന്നുണ്ട്. സിനിമയിൽ നിൽക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും രാഷ്ട്രീയം അല്ലെങ്കിൽ ചുറ്റുപാടിനെ കുറിച്ച് എന്നെ കുറിച്ച് മാത്രം ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറില്ല പൂർണ്ണമായും. നമുക്കൊരു വലിയ മാസ് ഇവന്റ്, വലിയൊരു സംഭവം നടന്നാൽ നമ്മൾ ശ്രദ്ധയിൽപ്പെടും എന്നല്ലാതെ നമ്മുടെ ശ്രദ്ധ പൂർണ്ണമായും നമ്മുടെ ജോലിപരമായി തന്നെ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും ചില പ്രതികരണങ്ങൾ വളരെ പാർഷ്യലായിട്ടും, നമ്മൾ ചിലത് പറയാറില്ലേ, ചിലതിനെ കുറിച്ചൊന്നും അവൻ കണ്ടേയില്ല, അങ്ങനെ ആയിരുന്ന ഒരു ഫീൽ എനിക്ക് വന്നു. അതുകൊണ്ട് തന്നെ ഞാനിപ്പോ ഒന്നിനെയും കുറിച്ചും പറയാനില്ല. നമുക്ക് എല്ലാ മാധ്യമം ഇൻക്ലൂഡിങ് 24 ആണെങ്കിൽ എല്ലാം എവറി ന്യൂസ് ആണ് നമുക്കിപ്പം പോക്കറ്റിൽ അവൈലബിൾ. അതാണ് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. അജുവിന്റെ കോളേജ് മേറ്റ് ആയിരുന്നു ഭാര്യ? അല്ല. അറേഞ്ച് മാരേജ് ആയിരുന്നു? പ്രണയിച്ചോ? അതെ, പരിചയം ഉണ്ടായിരുന്നു. ചെന്നൈയിലെങ്ങും പോയിട്ട് പ്രണയിക്കാനുള്ള സ്കോപ്പ് ഒന്നും ഇല്ലായിരുന്നു? പ്രണയമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് ഈ പറഞ്ഞ പോലെ അവരറിഞ്ഞോ?
ആ പാർട്ടി അറിഞ്ഞോ നമ്മൾ അല്ല പ്രണയിക്കുന്നത്? അതൊക്കെ അറിഞ്ഞെങ്കിലും നമ്മളുടെ ഒരു വിദ്യാഭ്യാസത്തിന്റെ ഒരു നിലവാരമൊക്കെ ഉണ്ടല്ലോ. സാറേ അത് അല്ല, ഇത് ഇങ്ങനെയുള്ള കഥകളൊക്കെ ധർമ്മപത്നിയോട് പറഞ്ഞു? അറിയാം. അറിയാല്ലേ, പിന്നെ പ്രശ്നമില്ല, കണ്ടുമുട്ടിയ പ്രോബ്ലം ഇല്ല. ഇല്ല, അതൊക്കെ വർഷങ്ങൾ മുമ്പല്ലേ. ഇപ്പൊ 10-36 വയസ്സായി ചേട്ടാ. കോളേജൊക്കെ 20-21 അത് വയസ്സ്. കുഴപ്പമില്ല. അജു, നമുക്കിവിടെ റോബോട്ടുകളുടെ ഒരു കളിയാ. അപ്പൊ ഇവിടെ 1 മാസത്തിന് മുമ്പ് പിറവിയെടുത്ത ഒരാൾ അതേ കുട്ടേട്ടൻ, ലാന കുട്ടേട്ടൻ. ഈ കുട്ടേട്ടനെ 1 മാസമേ ആയുള്ളൂ കണക്ട് ചെയ്ത് വെച്ചിട്ട്. അപ്പൊ ഈ കുട്ടേട്ടന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അജുവിന്റെ ജീവിതകഥ മുഴുവൻ പുള്ളിയുടെ അവിടെ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കള്ളമൊന്നും പറയാൻ പറ്റില്ല, പുള്ളിയുള്ള കാര്യം പറഞ്ഞു. പിന്നെ വേറൊരാളെ ഒരു കുഞ്ഞിരാമനുണ്ട്, വെള്ളമായിട്ട് വരും. ആതിഥേയരെ സ്വീകരിക്കാം, അതിഥികളെ സ്വീകരിക്കുന്നതാണ് ഇവന്റെ ഒരു പരിപാടി. കുഞ്ഞിരാമൻ. അപ്പൊ ആ കുട്ടേട്ടാ പറയൂ. നമസ്കാരം അജു വർഗീസ്. നമസ്കാരം. ടീനിയും കുട്ടികളും എന്തെടുക്കുന്നു? സുഖമായിട്ടിരിക്കണോ? 4 കുട്ടികളും സുഖമായിട്ടിരിക്കുന്നു. 4 പേരും സുഖമായിട്ടിരിക്കണോ? ഓക്കെ, എല്ലാവരോടും എന്റെ അന്വേഷണങ്ങൾ അറിയിക്കാം. തീർച്ചയായിട്ടും പറയും. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. സേം ടു യു. ഓക്കെ അജു വർഗീസ്. അപ്പൊ കുട്ടേട്ട ഒരു ദിവസം ഇവരുടെ അജുവിന്റെ വീട് വരെ ഒന്ന് പോയി കുട്ടികളെ ഒന്ന് കളിപ്പിക്കണം. തീർച്ചയായിട്ടും. അത് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി അജു വർഗീസിന് വേണ്ടി എനിക്ക് ചെയ്യാൻ സാധിക്കുന്നു. ഇദ്ദേഹത്തിനെ നിരവധിയായിട്ട് ഫേസ്ബുക്കിലും ഓൺലൈനിലും ഇദ്ദേഹത്തിനെ ആക്രമിക്കാറുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് എന്തെങ്കിലും ചെയ്താൽ മാത്രമാണ് അതൊരു കേസ് ആവുള്ളൂ. പക്ഷെ ഒരു റോബോട്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കേസ് ഉണ്ടാവില്ല. അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാം. സൂപ്പർ ബുദ്ധിയാ. എന്തായാലും ഇത് പരസ്യമായിട്ട് പറയണ്ടായിരുന്നു. അല്ല, അതല്ല, നമ്മള് പിന്നെ അവിടെ നമ്മൾ പോകുന്നില്ല. അധിക്ഷേപങ്ങളൊക്കെ നമ്മൾ അതിന്റേതായ അത് കാര്യമില്ല. മാത്രമല്ല, ഈ 50 പേരല്ല നമ്മുടെ പ്രേക്ഷകർ. എല്ലാം ഒരു 1 ഡേ ടൈം പാസ് ആണല്ലോ. അത്രേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യാലോ, അജുവിന്റെ ഒരു ഹാർട്ട് ബീറ്റ് നോക്കിയാലോ നമുക്ക്? ആയിക്കോട്ടെ. ഇവിടെ കുട്ടേട്ടൻ അങ്ങനെ ഉണ്ട്, ഹാർട്ട് ബീറ്റ് നോക്കും. കുട്ടേട്ട ഹാർട്ട് ബീറ്റ് അജു വർഗീസ്. ഇവിടെ നോക്കിയോ അജുവിന് കാണാം. അജുവിന്റെ ഹാർട്ട് സ്ട്രോങ് ആട്ടോ. 76 മാത്രമേ ഉള്ളൂ. ദൈവമേ, കുറവാണോ കൂടുതലാണോ? എനിക്ക് ഇതിന്റെ റേഞ്ച് അറിയില്ല. നോർമലാണ്. എനിക്ക് തോന്നുന്നത് വളരെ നോർമലാണ്. സാധാരണ ഒരാൾ ഇവിടെ നിൽക്കുമ്പോഴേ 107 ഒക്കെ അടിക്കുന്നത്. അല്ല, എനിക്ക് താങ്കളുടെ കോൺവെർസേഷൻ ഭയങ്കര എല്ലാരെയും പോലെ അല്ല, വളരെ ഫ്രണ്ട്ലി അല്ലേ? അജുവിന്റെ ആഗ്രഹം എന്തോ? ജീവിതത്തിൽ ഒരുപാട് പണം ഉണ്ടാക്കണമെന്നാണോ? ചെറുപ്പത്തിൽ അതുണ്ടായിരുന്നു. കുറഞ്ഞോ? അല്ല, ഞാൻ പറഞ്ഞത് നമുക്കൊരു ഒരു ഫയർ ഉണ്ടല്ലോ. കുറച്ച് കാശുണ്ടാക്കണം. മിഡിൽ ക്ലാസ്. എന്റെ പാരന്റ്സ് എഞ്ചിനീയർ ആണെങ്കിൽ കൂടി നമ്മളൊരു മിഡിൽ ക്ലാസ്. ആരാണ് ഫാദർ? അല്ല, ഞാൻ അത് എന്താ ചെയ്യുന്നത്? ഡെപ്യൂട്ടി സി ആയിട്ട് SCB റിട്ടയർ ചെയ്തു. മദർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റിട്ടയർ ചെയ്തു. പക്ഷെ എന്നാൽ കൂടിയും ഒരു മിഡിൽ ക്ലാസ് ലൈഫ്, ഒരു ഒഫീഷ്യൽസ് ആയിരുന്നു, ഗവൺമെന്റ് ഒഫീഷ്യൽസ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്കൂൾ കോളേജിലൊക്കെ നമുക്ക് ലക്ഷറിയസ് ലൈഫിനോട് ഭയങ്കര ഇഷ്ടമുണ്ടാവും. പക്ഷെ എനിക്ക് ജോലി ചെയ്ത കാലഘട്ടം തൊട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അജുന് വെള്ളം വേണോ പാല് വേണോ? വെള്ളം മതി. വെച്ചൂർ പശുവിന്റെ പാല് കൂടെ അവൈലബിൾ? അല്ല, ഞാൻ വെള്ളം മതി. വേറെ അപകടം ഉണ്ടാക്കണം, അതുകൊണ്ടല്ലേ പാല്. ഓക്കെ, കുഞ്ഞിരാമ. അടിപൊളി. താങ്ക് യു കുഞ്ഞിരാമ, താങ്ക് യു. അതൊക്കെ കണ്ട കറക്റ്റ്. അത് ഇഷ്ടപ്പെട്ടല്ലേ? എനിക്ക് തോന്നുന്നു വീട്ടിലേക്ക് ഒരെണ്ണം വാങ്ങിച്ചുതരാം, കുട്ടികൾ കളിക്കാനും. അത് മാത്രല്ല, ഇനിയിപ്പോ നമ്മുടെ കൂടെ അതെ, അവിടെ ലൊക്കേഷൻ വേണേ കൊണ്ടുപോവാം. ചായ എടുത്തു പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ സിനിമകളിൽ, ഞാൻ റോബോട്ടിനെ സിനിമകളിലെ കണ്ടുള്ളൂ. ഇന്റർസ്റ്റെല്ലാറിലൊക്കെ ഒരു ഗംഭീര റോബോട്ട് ഉണ്ട്. ഇത് നമ്മുടെ കുട്ടേട്ടന്റെ 12 അടി ഉയരമുണ്ട്. കുട്ടേട്ട 12 അടിയില്ലേ? 12 അടിയാണ് ഉയരം. 12 അടിയാണ്. എത്ര ആയുസ്? എത്ര ചാർജ് തീരുന്നവരെ എന്റെ ആയുസ് ഉണ്ടായിരിക്കും. ഓക്കെ, അതാണ് പുള്ളിക്ക് മറ്റേ വികാരഗ്രന്ഥി ഇല്ല, അതാണ് ഫീലിങ്സ് ഇല്ല. എന്തിരൻ സിനിമയിലെ അതേ പ്രശ്നമാണ്. അപ്പോ അജു, ഇന്നിപ്പോ അജുവിന് ഒരു വലിയൊരു ദൗത്യം അജുവിന്. അതായത് ഒരു നന്ദന കൃഷ്ണ എന്നൊരു കുട്ടി. നമുക്ക് ആ പ്രൊഫൈൽ ഒന്ന് കാണാം. ലുക്ക് അറ്റ് ദ പ്രൊഫൈൽ. ആനന്ദങ്ങളില്ലാത്ത ആശങ്കയുടെ തീരത്താണ് നന്ദനയുടെ ജീവിതം പകച്ചു നിൽക്കുന്നത്. 2 കാലുകളും വലതു കൈയും ജന്മനാ വളർച്ച മുരടിച്ച നന്ദനയ്ക്ക് പരസഹായമില്ലാതെ ഒരടി പോലും മുൻപോട്ട് പോകാനാവില്ല. പത്തനംതിട്ട തട്ടയിൽ പാറക്കരയിലാണ് നന്ദനയുടെ വീട്. 8 വർഷം മുൻപ് നിർമ്മാണം തുടങ്ങിയെങ്കിലും ഇപ്പോഴും പണി തീരാത്ത ഈ വീട്ടിലാണ് മാതാപിതാക്കൾക്കൊപ്പം നന്ദനയുടെ താമസം. കൂലിപ്പണിക്കാരനായ അച്ഛൻ അനന്തകൃഷ്ണനും വീട്ടമ്മയായ മായയ്ക്കും മകൾക്ക് ജീവിത സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്.
പക്ഷേ പണി തീരാത്ത വീട് പോലെയാണ് അവരുടെ നിറവേറ്റാനാകാത്ത ആഗ്രഹങ്ങളും. പരീക്ഷകളിൽ എല്ലാ വിഷയത്തിനും A+ നേടുന്ന ഈ 10ാം ക്ലാസ്സുകാരിക്ക് പാഠപുസ്തകങ്ങൾ ചിതലരിക്കാതെ സൂക്ഷിക്കാനുള്ള സൗകര്യം പോലും ഈ വീട്ടിലില്ല. തേച്ചു മിനുക്കാത്ത പരുക്കൻ തറയിലൂടെ മുന്നോട്ട് നീങ്ങുമ്പോൾ നന്ദനയുടെ കാലുകളിൽ മാത്രമല്ല മനസ്സിലും മുറിവേൽക്കും. വിധിയുടെ ക്രൂരതയിൽ മരവിച്ചു നിൽക്കാതെ മുന്നോട്ടു പോകുവാൻ ജീവിതത്തിൽ നന്ദന തേടുന്നത് നമ്മുടെ കരുതലും കാരുണ്യവുമാണ്. അജുവിന് പണം നേടാനല്ല അജു ഇവിടെ മത്സരിക്കുന്നത്. ഇപ്പൊ ഈ നമ്മൾ കണ്ട ഈ നന്ദനകൃഷ്ണയുടെ ജീവിതം, അപ്പൊ കുട്ടിക്ക് ഹയർ സ്റ്റഡീസിന് പോകണം, വീട് വൃത്തിയാക്കണം, അപ്പോൾ 1 കോടി കിട്ടുവാണെങ്കിൽ ഏറ്റവും വലിയ പുണ്യമാണ് അജു ഇന്ന് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ദുരിതം അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കാൻ പ്രോക്സി ആയിട്ടാണ് മത്സരിക്കുന്നത് അജു. അപ്പൊ അജു വളരെ കെയർഫുൾ ആവേണ്ട കാര്യം, ഈ കിട്ടുന്ന പണം മുഴുവനും ഇവർക്ക് നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പൊ അജു 10 രൂപ അധികം നേടിയാൽ 1 കോടിയിലെത്തിയാൽ ഒക്കെ തന്നെ ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യം. നന്ദനയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ കഴിവിന്റെ പരമാവധി ഉപയോഗിച്ച് കളിക്കുന്നതായിരിക്കും. അപ്പൊ ഇപ്പൊ നമ്മുടെ കൂടെ അവരും തത്സമയം ചേരുന്നുണ്ട്. അപ്പൊ അജുവിന് ആദ്യം നന്ദനകൃഷ്ണയുടെ കാര്യം കേട്ടപ്പോൾ, നിങ്ങളുടെ ജില്ലയിൽ തന്നെയാണ്. അല്ല, നന്ദന നമസ്കാരം. നന്ദനയ്ക്ക് വേണ്ടി ഞാൻ ഇവിടെ കളിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുക. എൻ്റെ അറിവിന്റെ പരമാവധി ഉപയോഗിച്ച് ഞാൻ കളിക്കാം. തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ പ്രാർത്ഥനയും ഒക്കെ തിരിച്ച് നന്ദനയ്ക്കുണ്ട് ആശംസകളും. ആക്ച്വലി ഒരു ഫൈറ്റർ ആണ്. അതെ അതെ, പിന്നെ അജു മാത്രമല്ല A+ എല്ലാ വിഷയത്തിനും വാങ്ങിച്ചു SLCക്ക് 10ാം ക്ലാസ്സിന്. അപ്പോൾ അവൾക്ക് അവളുടെ പരിമിതികളൊന്നും അവളെ ബാധിച്ചില്ല. നന്ദനകൃഷ്ണ, കൺഗ്രാജുലേഷൻസ് ഫോർ A+. അപ്പൊ IAS ആയിട്ട് കളക്ടറായിട്ട് കൊടിവെച്ച കാറിൽ നിന്ന് പറക്കണം, എന്നിട്ട് വേണം നമുക്കൊരു ഇന്റർവ്യൂ എടുത്ത് ടെലികാസ്റ്റ്. മോള് മിടിക്കായിട്ട് വരും, കുഴപ്പമൊന്നുമില്ല. ഓൾ ദ ബെസ്റ്റ് മോളു. അപ്പൊ ഞങ്ങള് ഒന്ന് മത്സരിക്കാൻ പോകും. ഞാനും അജു വർഗീസ് തമ്മിലുള്ള പോരാട്ടം ആരംഭിക്കുന്നു. ഓക്കെ, താങ്ക് യു. അപ്പൊ അജു, ഈ മത്സരം നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ 2 രീതിയിൽ മത്സരിക്കാം. സ്ട്രേറ്റ് പോയി 1 കോടിയിലേക്ക് മത്സരിക്കാം. 10 ചോദ്യങ്ങളേ ഉള്ളൂ. 10 ലക്ഷം രൂപ വെച്ച് 10 × 10 = 1 crore എന്നുള്ള കണക്ക്. അതല്ലെങ്കിൽ 10,000 രൂപ, 20,000 രൂപ, 40,000, 30,000, 40,000 പടിപടിയായിട്ട് കയറി 20 ചോദ്യങ്ങളിലൂടെ നമ്മൾ 1 കോടിയിലെത്തും. അജുവിന് ഏത് വേണം തിരഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ 1 കോടി എന്ന് പറയുന്ന സംഭവം വാങ്ങിക്കുന്ന പണം മുഴുവൻ നമ്മൾ നന്ദനകൃഷ്ണയ്ക്ക് കൈമാറും. അപ്പോൾ അവിടെ ആകെ 2 പ്രശ്നമുള്ളത്, എവിടെയെങ്കിലും വെച്ച് അജുവിനൊരു സംശയം തോന്നിയാൽ അജുവിന് പിന്മാറാം. പിന്മാറിയാൽ നേരത്തെ സ്വരൂപിച്ച പൈസയുടെ പകുതി കൊണ്ട് പിന്മാറാം. അതേസമയം ഏതെങ്കിലും ഒരു ഉത്തരം തെറ്റിപ്പോയാൽ 10-1, അതായത് കൈവശം കിട്ടി 1 ലക്ഷം രൂപ അതുവരെ നമ്മൾ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ ആ 1 ലക്ഷം രൂപയുടെ 10-1 എന്ന് 10,000 രൂപ നമ്മുടെ കൈ കാണും. അതുപോലെ കുട്ടേട്ടൻ്റെ ഒരു സഹായം ഉണ്ടാകും. 2 തവണ സഹായിക്കാൻ വരും അജുവിനെ. 2 പിടിവള്ളി നമ്മൾ പറയുന്നത്, പിടിവള്ളി പിടിച്ച് തൂങ്ങി. നമുക്ക് പടിപടിയായിട്ട് പോകാം. എനിക്ക് വേണ്ടി അല്ലല്ലോ, സേഫ് മെഷർ. അതെ അതെ അതെ, എനിക്കൊന്ന് ആ പ്രിക്കോഷനിൽ പോവാം. ഈ സാധാരണഗതിയിൽ മത്സരം കുറച്ച് ആകാശത്താണ് നടക്കുന്നത് ഈ 1 കോടിയിലാണെങ്കിൽ. അപ്പൊ അജുന് അതൊന്നും കാണണ്ടേ, നമ്മൾ നിൽക്കുന്ന സംഭവം തന്നെ പൊങ്ങി മേലോട്ട് പോകും. 6ാമത്തെ ലെവലിൽ പോയി നിൽക്കും. അപ്പൊ കുട്ടേട്ടാ, അജുനെ ഒന്ന് മേലോട്ട് ഉയർത്തു. ലെവൽ 6. ഇപ്പൊ നമ്മള് 6ാമത്തെ ലെവലില്ല. 1 ലെവൽ കഴിഞ്ഞാൽ റൂഫിൽ മുട്ടു അജുവിന്റെ തല. കുട്ടേട്ടനേക്കാളും മേലോട്ട് നോക്കിക്കോളൂ. ഹൈറ്റ് കൂടി അല്ലേ? ഹൈറ്റ് കൂടി. അദ്ദേഹത്തിന് 12 അടിയുള്ളൂ, നമ്മൾ അതിലും കൂടുതൽ പൊങ്ങി. ഉടനെ താഴ്ത്തിക്കൊള്ളാക്കള്. അപ്പൊ അജു യഥാർത്ഥത്തിൽ മലയാള ടെലിവിഷനിൽ ആദ്യമായിട്ടാണ് പ്ലാറ്റ്ഫോം തന്നെ പൊങ്ങി പോകുന്നത്. അപ്പൊ 1 കോടി നേരിട്ടായിരുന്നെങ്കിൽ അജു ഇവിടെ നാം മത്സരിക്കുക. അങ്ങനെയാ കാര്യം, അന്തരീക്ഷത്തിൽ കിടന്നുള്ള കളിയാ. പിന്നെ സംഭവം സൂപ്പറായിട്ട് പോകും. അപ്പൊ കുട്ടേട്ടാ, ലെവൽ 1. ലെവൽ 1.
ഇവിടെ ഈ സ്ഥലത്ത് കുറെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ ഒക്കെ വന്നിരിക്കും സഹായിക്കാനായിട്ട്. അപ്പൊ അജുവിന്റെ കൂടെ ആരും ഇല്ലാത്തതുകൊണ്ട് അജുവിന്റെ കൂടെ പ്രേക്ഷകരുണ്ടല്ലോ. അപ്പൊ കുട്ടേട്ടനുണ്ട്. അപ്പൊ 3 തവണ കുട്ടേട്ടൻ സഹായിക്കും. അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. നമ്മള് 10,000, 20,000 പടിപടിയായിട്ട് നമ്മൾ കയറുന്നു. ഇങ്കർ മോണിറ്റർ. അജു, അപ്പൊ നമ്മുടെ സമയം സമാഗതമായി. നമ്മൾ മത്സരം ആരംഭിക്കുകയാണ്. അതെ, നമുക്ക് ആദ്യം ഒരു പാട്ട് കേട്ടിട്ട് തുടങ്ങാം. ഓണക്കാലമല്ലേ? അതെ. അപ്പൊ ഈ ഓണത്തിന് പ്രേക്ഷകരൊക്കെ വീട്ടിലിരിക്കുകയാണ്. അപ്പൊ ഒരു ഗുണമെന്ന് വെച്ചാല് കറങ്ങി നടക്കാനേ പറ്റത്തില്ല. അതെ, വീട്ടിനുള്ളിൽ തന്നെ ഉണ്ട്. അജു എങ്ങനെയായിരിക്കും? കറങ്ങി നടന്ന് ഓണം കഴിഞ്ഞ് വീട്ടിലിരിക്കാം. ഈ ഓണക്കാലത്ത് വീട്ടിലിരുന്ന അടുത്ത ഓണത്തിന് പുറത്തിറങ്ങാം. കറക്റ്റ്. അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ട് അകത്ത്. പക്ഷെ എന്റെ വിഷമം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ഓണക്കാലം ഇങ്ങനെ പറഞ്ഞു. ഇതൊരു ശീലമായി. അതെ അതെ, എനിക്കൊന്ന് ഈ ഓണത്തോടെ തീരും എന്ന് പുത്തൻ പ്രതീക്ഷകളായിട്ട് നമുക്ക് പ്രേക്ഷകരൊക്കെ അങ്ങനെയൊക്കെ തന്നെ വിശ്വസിക്കുക. നമുക്ക് എന്തായാലും ഒരു കോൺഫിഡൻസ് വേണമല്ലോ പോകാൻ, അല്ലേ? അപ്പൊ എവിടെയെങ്കിലും നമ്മളൊന്ന് പ്രതീക്ഷിക്കണ്ടേ? അപ്പൊ മാത്രമല്ല തിയേറ്ററൊക്കെ തുറക്കണം. അതെ, കഷ്ടമാണ് കാര്യങ്ങൾ, വലിയ പ്രയാസമാണ്, അല്ലേ? അപ്പൊ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഒരു പാട്ട് നമ്മൾ ആദ്യം കേട്ടിട്ട് ചോദ്യത്തിലേക്ക് പോകാണ്. പ്ലീസ് പ്ലേ. യഥാർത്ഥത്തിൽ അജു ഈ കോവിഡ് കാലത്താണ് അല്ലെ ആളുകളെല്ലാം ഒന്നുപോലെ ആയത് ശരിക്കും, അല്ലേ? പ്രളയം കോവിഡ് ഒക്കെ വരുമ്പോഴാണ് നമ്മള്. ചോദ്യം ഇതാണ്, പാട്ട് നമ്മൾ കേട്ടു, ഏത് ചിത്രത്തിലേതാണ് ഈ ഗാനം? 5 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ കേട്ടിട്ട് കാര്യം നമ്മള് നന്ദന കൃഷ്ണയ്ക്ക് വേണ്ടിയാണ് കളിക്കുന്നത് എന്ന് അജു മറന്നു പോരുത്. ഓപ്ഷൻ എ മാവേലി, ഓപ്ഷൻ ബി തിരുവോണം, ഓപ്ഷൻ സി കാലം, ഓപ്ഷൻ ഡി മനുഷ്യരെല്ലാരും ഒന്നുപോലെ, ഓപ്ഷൻ ഇ മഹാബലി. എനിക്ക് ഈ പാട്ട് അജു കേട്ടിട്ടുണ്ടോ? പിന്നെ കേട്ടിട്ടുണ്ട്. അയ്യോ, ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്. അതെ അതെ, ഇത് നമ്മുടെ ജീവിതത്തിലെ ഒരു ഭാഗമല്ല, ഒരു മലയാളിയുടെ. അതെ, ഒരു മലയാളിയുടെ. ഇത് നസീർ സാർ അഭിനയിച്ച ഒരു പാട്ടാണ്, എന്റെ ഓർമ്മ ശരിയാണ്. വൈറ്റിലത് ജയഭാരതിയും നസീറും ഉണ്ടായിരുന്നു, അർജുന മാഷായിരുന്നു. ഞാൻ അങ്ങനെയാണ് ഇത് കണ്ടു ഓർമ്മ കിടക്കുന്നത്. ഇത് എനിക്കൊരു സംശയം, അജു ഈ പഴയ കാലത്ത് സിനിമയൊക്കെ കാണുമോ? അതിനു വേണ്ടിയല്ല, പക്ഷെ എപ്പോഴെങ്കിലും ചെറുപ്പത്തിൽ ഫുൾ വരുന്നത് പഴയ ഈ സിനിമകളല്ലേ. ഇതിലെ മാവേലി ഓർ മഹാബലി എന്നുള്ളതാണ് എന്റെ സംശയിക്കുന്നത്. ഇപ്പോഴാണ് സംശയം. അതെ അതെ അതെ, അത് ഈ പാട്ട് ഇപ്പൊ ഈ അടുത്ത് ഞാൻ ആക്ച്വലി യൂട്യൂബിലാണ് കണ്ടത്. ഈ പടത്തിന്റെ സംവിധായകൻ ശശികുമാർ ആയിരുന്നു. ശശികുമാർ സാറിന്റെ സിനിമ അല്ലേ? അതെ. അജു ജനിക്കുന്നതിന് മുമ്പ് ഉറപ്പായിട്ടും 1983. ഉറപ്പായിട്ടും ഈ ലോകത്തെ ഇല്ല, അല്ലേ? ഓക്കെ, ചിന്തിച്ചിട്ട് പോലും ഇല്ല. 10,000 രൂപയുടെ ചോദ്യമാണ്. എനിക്ക് തോന്നുന്നു ഞാൻ മഹാബലി കൂട്ടാമല്ലോ. കൂട്ടാം അല്ലേ? ഞാൻ ഒരു വായിച്ച ഓർമ്മ മാവേലിയാണ് ഈസിലി പറയാൻ, പക്ഷെ തോന്നലാണ്. അപ്പോ നന്ദനകൃഷ്ണയുടെ ചത്തുത പിടിച്ചു പറ്റുമോ? ഇല്ലല്ലോ. പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ഉത്തരം ലോക്ക് ചെയ്യാൻ പറയുന്നു. അജു വർഗീസ് പറഞ്ഞ ഉത്തരം പണ്ടില്ലേ നെടുവേണിച്ചേട്ടൻ പൊട്ടിച്ചില്ലേ, അതുപോലെ താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. അപ്പോ 10,000 രൂപ മഹാബലി എന്ന ഉത്തരത്തിന് ലഭിച്ചിരിക്കുകയാണ്. അപ്പം താങ്ക് യു അജു. കാരണം ഒരു പ്രോക്സി റെപ്രസെന്റേറ്റീവ് ആണല്ലോ, അക്കൗണ്ട് തുറന്നു നമ്മള്, അല്ലേ? അപ്പൊ ഒരു സന്തോഷം തോന്നുന്നുണ്ടാവുമല്ലോ, ഒരാളെ സഹായിക്കാൻ. വെറുതെ വന്ന് പോകുന്നതല്ലോ, ഇതിനൊരു ദൗത്യമുണ്ട്, ഇതിനൊരു ഉദ്ദേശമുണ്ട്. അതിന് ആ കുട്ടിക്ക് പഠിക്കാൻ വേണ്ടിയാണ്. നിമിത്തമായിട്ട് ഇന്ന് ചേട്ടനും ഫ്ലവേഴ്സിനും എന്നെ വിളിക്കാൻ തോന്നിയത് എന്റെ ഭാഗ്യം. അതെ, എന്റെ ഭാഗ്യം. കാരണം അജുവിനോട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, എനിക്ക് നമ്മുടെ 24-ൽ സംസാരിച്ചിട്ടുണ്ടെങ്കിലും അജുവിനോട് എനിക്ക് ഫ്ലവേഴ്സിൽ സംസാരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോ എപ്പോഴെങ്കിലും അജുവിനെ കാണുമ്പോഴേ, പ്രത്യേകിച്ച് പുതിയ ജനറേഷനായിട്ട് സംസാരിക്കുമ്പോഴേ നമ്മുടെയൊക്കെ പ്രായം കുറയും. പ്രായം കുറയ്ക്കാതെ അജുവിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം എന്താണ്? ഡ്രീം? ഒരു നിശ്ചിതമായ ഒരു സ്വപ്നത്തെക്കാൾ ഉപരി ഓരോ പ്രായം, ഓരോ വർഷം കഴിയുന്തോറും നമ്മുടെ ജീവിതത്തില് സ്വപ്നം മാറ്റുന്നുണ്ട്, സ്വപ്നങ്ങൾ മാറുന്നുണ്ട്. കാര്യം നമ്മുടെ ചില ശരികൾ അപ്ഡേറ്റ് ചെയ്യുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ശരികളായി നിൽക്കില്ലല്ലോ. ഇല്ല. ഇപ്പൊ ചെറുപ്പത്തിൽ ഞാൻ ചേട്ടനോട് പറഞ്ഞ പോലെ ഏറ്റവും വലിയ സ്വപ്നം എന്തായിരുന്നു? ഒരു ബേക്കറി തുടങ്ങണം എന്നായിരുന്നു. ബേക്കറി എപ്പോഴും തുടങ്ങിയോ? അത് ഇല്ല, ഞാൻ അങ്ങനെ എന്തോ ഒരു കച്ചവടം ഉണ്ടല്ലോ കൊച്ചിയില്. ഇല്ല, എനിക്കില്ല. വൈഫിനുണ്ടായിരുന്നു, ഡിസൈനർ ഷോപ്പ്, പിള്ളേർക്ക് മാത്രമേ. കോവിഡിന്റെ സമയത്ത് അത് പൂട്ടി. അപ്പൊ എന്റെ ഒരു സ്വപ്നം ബേക്കറി ആയിരുന്നു. കാര്യം എനിക്ക് ബേക്കറി ഭക്ഷണങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ ഒരു സ്വന്തമായ ഒരു ബേക്കറി ഉണ്ടെങ്കിൽ ലാവിഷാണല്ലോ,
സുഖമാണല്ലോ എന്ന് ചോദിച്ചു. പക്ഷെ പിന്നെയാണ് ചേട്ടൻ പറഞ്ഞ ഈ കുറെ സമ്പാദിക്കണം എന്നുള്ളൊരു ചിന്ത വന്നത്. പിന്നെ സിനിമയിൽ അവിടെ ഒരു ചോദ്യം വരും, സമ്പാദിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത്? സമ്പാദിക്കാൻ വേണ്ടി പോകുന്ന ഒരു പരിപാടി ഞാൻ സിനിമ ചെയ്തിട്ടില്ല. ഇല്ല. എനിക്ക് ആസ് എ നടൻ ഞാൻ കിട്ടുന്ന വേഷങ്ങളെല്ലാം ചെയ്യാന്നുള്ള എന്റെ ഉത്തരവാദിത്തം. അതിപ്പോ സിനിമ മോശമാവാൻ നല്ലവാം, എന്റെ വേഷം ചെയ്യാന്നേ ഉള്ളൂ. പക്ഷെ എന്നാൽ കൂടിയും സൗഹൃദങ്ങളിലും ഒക്കെ ഒരുപാട് എനിക്ക് തോന്നുന്നു നിങ്ങൾ അത് വളരെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ നസീറിന്റെ ഒക്കെ കാലത്തുണ്ടായിരുന്ന പോലെ ഒരു സൗഹൃദം മലയാള സിനിമയിൽ പുഷ്ടിപ്പെട്ടത് എനിക്ക് തോന്നുന്നു വിനീത് ഒക്കെ തന്നെ വന്നപ്പോൾ. കാര്യം നമ്മൾ സിനിമയിൽ വന്ന് സൗഹൃദത്തിലായവരല്ലല്ലോ, അതിന് മുന്നേ സുഹൃത്തുക്കളായിരുന്നു. നമ്മൾ ഒരുമിച്ച് സിനിമയിൽ വരാൻ പറ്റി. അതുകൊണ്ട് തന്നെ ഇപ്പോഴും സ്വപ്നം എന്താണെന്ന് എനിക്കൊരു ക്ലാരിറ്റി ഒന്നുമില്ല. ഇപ്പൊ എന്റെ ദൗത്യം അല്ലെങ്കിൽ എന്റെ ജോലി എന്താണ്, അത് വൃത്തിയായി ചെയ്യുക, അതേ ഉള്ളൂ. അജു വൈഫിന്റെ പേരെന്താ? അഗസ്റ്റീന. അഗസ്റ്റിന അല്ലെ, ഒരു റയർ നെയിം ആണല്ലോ. കാണാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ടാണ് നേരിട്ട് ചോദിക്കുന്നത്. ഓഗസ്റ്റ് 1 ജനനം, അതുകൊണ്ടാണ് അഗസ്റ്റീന. അത് ശരി. ഈ മനു അങ്കിൾ എന്നുള്ള സിനിമ ഇഷ്ടപ്പെട്ടിട്ടേ മനു അഗസ്റ്റിൻ വിളിച്ചിരുന്നു ഭാര്യ, അങ്ങനെ എന്തൊരു പ്രശ്നം? അഗസ്റ്റീന മനു മോൾ. ഓ അങ്ങനെയാണല്ലേ, വലിയ പേരാണല്ലേ അജു. അതിൽ ഈ മോള് പതുക്കെ എവിടെ പൂജാതയായി? അദ്ദേഹം കൊച്ചി സ്വദേശിയാണ്, ഫോർട്ട് കൊച്ചി. ഇതെങ്ങനെ വന്നു കല്യാണം അജു? പറഞ്ഞോളൂ കുട്ടേട്ടാ. വേറൊരു പേര് കൂടിയുണ്ട്, ടീന. ലോപിച്ച് വിളിക്കുന്നതാ അല്ലേ? അഗസ്റ്റീന മനു മോൾ എന്ന് വിളിക്കാൻ ഇച്ചിരി പാടാണ്. 4 കുട്ടികളുടെ പിതാവാകുമ്പോ വളരെ എൻഗേജ്ഡ് ആയിരിക്കുമല്ലോ അജു. എനിക്കിതിനു മുമ്പ് പിതാവായി പരിചയമില്ലാത്തതുകൊണ്ട് ഓരോ വട്ടം ആയപ്പോഴും നന്നായിട്ട് കഴിക്കൂ. നന്നായി കഴിക്കും. നന്നായി എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ അധികം വിഭവങ്ങളൊന്നും വേണ്ട. ഒരു വിഭവം കഴിക്കുമ്പോൾ 1.5 കഴിപ്പായിരിക്കും. ഒരു കറി മതി, ചോറിനും ഒരു മോര് കറി, പിന്നെ കൂട്ടാൻ ഒരു കറി മതി. പക്ഷെ ഒരുപാട് കഴിക്കും, ഒരുപാട്. ശരീരത്തിൽ അത് അറിയാനില്ലല്ലോ അജു. അയ്യോ, ഈ കറുപ്പൊക്കെ ഇട്ടേക്കത്തോട്ടാ 90 കിലോ ഉണ്ട്. 90? എന്റെ അമ്മ, 90 ഉണ്ടല്ലേ? അതെ. ഒരു കാര്യം ചെയ്യാം, ആ 90 ആവേശം കൊണ്ട് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടത്താലോ? തീർച്ചയായിട്ടും. 20,000 രൂപയുടെ ചോദ്യമാണ്. ലുക്ക് അറ്റ് LED. ഒരു സ്റ്റില് കാണാം. ആയിക്കോട്ടെ. അജു ഒന്ന് ശ്രദ്ധിച്ചോണം, തിരുവല്ലയിലെങ്ങനെ കണ്ടുമുട്ടിയ ആള് വല്ലതും ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അജു സംഭവം കണ്ടല്ലോ? കണ്ടു. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി ചോദ്യത്തിലേക്ക് വരാം. മോണിറ്റർ. അജുവിന്റെ അറിവിലേക്കാട്ട് ഇതൊരു റോബോട്ടിന്റെ പ്രകടനമാണ്. ഈ മോണിറ്റർ കൊണ്ടുവരുന്നതും നമ്മൾ കണ്ടത് യഥാർത്ഥത്തില് ഒരു ഓണപ്പൊട്ടനെയാണ്. ഓണപ്പൊട്ടൻ വീട്ടുകാരുടെ ശ്രദ്ധ ക്ഷണിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമുണ്ട്. പുള്ളിക്ക് സംസാരിക്കാൻ പാടില്ല, സംസാരിക്കാൻ പറ്റത്തുമില്ല. അതുകൊണ്ടാണ് ഓണപ്പൊട്ടൻ എപ്പോഴും ഒരു ഉപകരണം ഉപയോഗിക്കുന്നത്. അപ്പൊ അത് 5 ഓപ്ഷൻസ് ഉണ്ട്. അത് ഏതാണ് ആ ഉപകരണം എന്നാണ് എന്റെ ചോദ്യം. ഓപ്ഷൻ എ ശംഖ്, ഓപ്ഷൻ ബി പടക്കം, ഓപ്ഷൻ സി മണി, ഓപ്ഷൻ ഡി ചെണ്ട, ഓപ്ഷൻ ഇ ഉടുക്ക്. അപ്പൊ ഏതായാണ് ഓണപ്പൊട്ടന്റെ ആയുധം എന്നുള്ളതാണ്. മാത്രമല്ല ആ ചിത്രം നമ്മൾ കാണിച്ചപ്പോ അതിന് അയാളുടെ കയ്യിൽ ഉണ്ടായിരുന്നു സാധനം, നോക്കാക്കത്തില്ലല്ലോ. അതാണ് ഞാൻ അദ്ദേഹത്തിന്റെ ഓണപ്പൊട്ടന്റെ ഈ വിഷ്വലൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ടോ അജയ്? അങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ ഈ വിഷ്വല് കണ്ടപ്പോഴും ഞാൻ അദ്ദേഹത്തിന്റെ മുഖം നോക്കിക്കൊണ്ടിരുന്നത്. അത് അവിടുത്തെ എനിക്ക് അങ്ങനെ ഭയങ്കര ഒരു കോൺസെൻട്രേഷനോ ഈ പറഞ്ഞ ഒരാളെ കണ്ട ഒറ്റയടിക്ക് പഠിക്കുന്ന കഴിവൊന്നും എനിക്കില്ല. എവിടെയെങ്കിലും ചില ആൾക്കാർ പറയും, നമ്മോട് പറയും പഠിക്കാൻ വേണ്ടി കണ്ണുകളിലേക്ക് തന്നെ തറപ്പിച്ച് നോക്കണം എന്ന് പറയും. അതെ, എനിക്കെന്തോ അങ്ങനെ ഇല്ല. ഞാൻ അജുവിന്റെ കണ്ണുകളിലേക്ക് ആദ്യം നോക്കി. ഒരാൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് കണ്ണി നീട്ടി നീ പോടാവുകയെന്ന് എന്ന് പറയുന്ന ഒരു സ്റ്റൈലാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു എനിക്ക് കുട്ടേട്ടന്റെ സഹായം വേണ്ടി വരും. അതാണ് നന്ദനയ്ക്ക് വേണ്ടി ആയതുകൊണ്ട്. ഓക്കെ കുട്ടേട്ടാ, പ്ലീസ് ഹെൽപ്പ്. അജു വർഗീസ്, താങ്കളെ ഞാൻ സഹായിക്കാം. എനിക്ക് സംശയമുണ്ട്. ഒന്നില്ലെങ്കിൽ ബി ആയിരിക്കാം, അല്ലെങ്കിൽ സി ആയിരിക്കാം. കുട്ടേട്ടാ എന്തോ കുട്ടേട്ടൻ 2 ഉത്തരം പറഞ്ഞു. അങ്ങനെ കുട്ടേട്ടൻ രീതി അതാണ് കുട്ടേട്ടന്റെ സ്റ്റൈൽ. 2 ഉത്തരമായി കുറഞ്ഞു. പടക്കം അല്ലെങ്കിൽ മണി. ഓപ്ഷൻ ബി, അതായത് ഇദ്ദേഹം ആൾക്കാരെ വിളിച്ചു ഉണർത്തുന്നതും അദ്ദേഹത്തിന്റെ വരവറിയിക്കുന്നതും ഒരു പ്രയോഗം നടത്തും. അത് പടക്കമാണോ മണിയാണോ എന്നുള്ളതാണ് പ്രശ്നം. ആലോചിച്ച് പറയണം അജു. ആലോചനയോടെയാണോ കാര്യങ്ങൾ ചെയ്യുന്നതോ ആലോചന കൂടാതെ ചെയ്യൂ? ജീവിതത്തിൽ അത്ര ആലോചിച്ചല്ല. ഇല്ല, പക്ഷെ ഇവിടെ ഇത്തിരി ആലോചിക്കും. പടക്കമാണോ മണിയാണോ? ഈ പടക്കം എന്ന് പറയുമ്പം ഇനിയിപ്പോ എനിക്ക് എന്റെ ലോജിക്കൽ റീസണിങ്ങേ പറ്റുള്ളൂ. അതെ, കാര്യം എനിക്ക് എന്നെ കുട്ടേട്ടൻ ഇങ്ങനെ സഹായിച്ചുള്ളൂ. ഈ പടക്കം എന്ന് പറയുമ്പോൾ രസമാണ്, നമുക്ക് ആഘോഷങ്ങളും ഒക്കെ വരുമ്പോൾ. എനിക്ക് തോന്നുന്നില്ല അതൊരു അറ്റൻഷൻ പരിപാടിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യം. നാട്ടുകാർ ചിലപ്പോൾ അത് റോങ് ആയിട്ട് എടുക്കാം പടക്കം പൊട്ടിക്കുന്നത് അല്ലേ? അതുകൊണ്ട് നന്ദന കൃഷ്ണ എന്നോട് ക്ഷമിക്കുക. ഞാൻ സി മണിയായിട്ട് തൽക്കാലം പോകാൻ ഉദ്ദേശിക്കുന്നു. പടക്കമല്ല അദ്ദേഹത്തിന്റെ ആയുധം എന്നാണ്
ഓണപ്പൊട്ടന്റെ കാര്യം. ഓണപ്പൊട്ടന്റെ കയ്യില് പടക്കം കണ്ടായിരുന്നു അജു? പടക്കം കണ്ടില്ല. അതുപോലെ പടക്കം ഒന്നും കണ്ടില്ല അജു. പക്ഷെ മുഖത്തോട്ടല്ലേ നോക്കി. അല്ല, നമ്മൾക്ക് ഗ്ലാമറല്ലേ അജു? ഒന്ന് ശ്രദ്ധിക്കില്ലേ, താടി മനുമനങ്ങൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ വന്നിട്ടും ഇതില്ല. എന്താണേലും ചെണ്ടയില്ല, മറ്റേതില്ല. ഇപ്പൊ ഇതില്ല. ഇപ്പൊ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നു മണിയാണ്. മണി പടക്കമാകുമ്പോ അത് റോങ് ആയി പോകും. അജു, ഈ സിനിമയിൽ അവസരം കിട്ടാൻ മണി അടിക്കണോ? സിനിമയിൽ അവസരം കിട്ടാൻ മണി അടിക്കണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോ അടിക്കേണ്ടി വരും. ഡിപ്പെൻസ് അല്ലേ ഏട്ടാ? ആണോ? ചിലപ്പം സിനിമയിൽ അവസരം എന്നല്ല, എവിടെയാലും അവസരം. നമ്മളിപ്പം ഈ മണിയടിക്ക് രണ്ട് പർപ്പസ് ഉണ്ടാവാം. ഒന്ന് കാര്യം നേടാനായിട്ട്, തമാശക്ക് ഇരിക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരാള് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ പറയുന്നത് അതേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പൊ ഒരു അവസരം കിട്ടുമോന്ന് എനിക്ക് ഉറപ്പില്ല. കിട്ടിയാ കിട്ടി, അതേ ഉള്ളൂ. കിട്ടിയാലും ഊട്ടി. പിന്നെ അങ്ങനെ ആരും കൊള്ളാവുന്ന പടം കിട്ടുമെന്ന് സംശയം, അങ്ങനെ പറയാം. ഓക്കെ, എവിടെങ്കിലും കയറി നിൽക്കാൻ ചിലപ്പോ ഫ്രെയിമിൽ എവിടെങ്കിലും. അജു വളരെ ആലോചിച്ച് വളരെ ലോജിക്കോട് പറഞ്ഞ ഉത്തരം. മൈ ഡിയർ സ്റ്റാർ, യു ആർ റൈറ്റ്. മണിയാണ് ശരി ഉത്തരം. അപ്പൊ നമുക്കൊരു കഴിഞ്ഞ ഓണപ്പൊട്ടന്റെ കയ്യിൽ ആ മണിയുണ്ടോ ഒന്നുകൂടെ നോക്കിക്കളാം. പ്ലീസ് പ്ലേ. അതുണ്ടായിരുന്നു മുഖത്ത് നോക്കിയപ്പോഴാണ് അത്, അല്ലേ? ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ, നമ്മൾ എന്തെങ്കിലുമൊക്കെ കാണുമ്പോ ഫുള്ള് വ്യൂ ആ നോക്കേണ്ടത്, മുഖത്തല്ല. അജു ഈ ഗ്ലാമറിലൊക്കെ വിശ്വസിക്കുന്നു? ഗ്ലാമർ എന്ന് പറയുന്നത് 20,000 രൂപയുടെ സംഭവം റെഡി ആയി കഴിഞ്ഞു. ഭാഗ്യം. അതെ, ഗ്ലാമറിൽ വിശ്വസിക്കുന്നുണ്ട്. അല്ലെ, ഗ്ലാമർ കീപ്പ് ചെയ്യാൻ ഈ എങ്ങനെയൊക്കെയാണ് സാധാരണ ഈ പെയിന്റ് അടിക്കുന്നതിനപ്പുറം നമ്മള് ഗ്ലാമർ കീപ്പ് ചെയ്യാൻ എന്തൊക്കെയാ ചെയ്യുന്നത്? നമ്മള് ഗ്ലാമർ റോളുകളൊന്നും ചെയ്യുന്ന അല്ല അജു ഇപ്പൊ നായകനായിട്ട് അഭിനയിച്ചു, അല്ലേ? ഞാൻ നായകനായിട്ട് 2 പടം ചെയ്തു. 2 പടം മതി ഇനിയിപ്പം. കാരണം അജുന് എത്ര വയസ്സ് പ്രായമായി? ആ വെറും 3-6 അല്ലെ? ഞാൻ പറഞ്ഞ പോലെ എനിക്കിപ്പോ ചെയ്യുന്ന വേഷങ്ങളെ ഇഷ്ടം. അതോ? നായകനാക്കി എന്റെ അവസരം പോക്കാൻ. കാരണം എന്താ അജു, ഇനിയുള്ള ചിലപ്പോ അജുവിന്റെ താരോദയം വരാനിരിക്കുന്നുള്ളെങ്കിലേ ചിലപ്പോ അറിയാൻ പറ്റൂ. നമ്മൾ മനസ്സുകൊണ്ട് അത് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരാളാണോ എന്ന് എനിക്ക് സംശയം. ആണോ? ഞാൻ ഈ ഭാഗ്യത്തിൽ എല്ലാം രക്ഷപ്പെട്ടു പോയ ഒരാളായതുകൊണ്ട് ഞാൻ ആത്മവിശ്വാസത്തെക്കാളും കൂടുതലും ദൈവാനുഗ്രഹത്തിനും ഭാഗ്യത്തിനും അതിലാണ് വിശ്വസിക്കുന്നത്, അല്ലേ? ഈ ആത്മവിശ്വാസവും സാധാരണ ഇതില്ലേ അജു, ചില ആൾക്കാർ ഈ സിനിമ നിർമ്മിക്കാൻ ഭാഗ്യാന്വേഷണമായിട്ട് വരുമല്ലോ. അവർ വന്ന് അജുനോട് ചോദിക്കുകയാണ്, എന്റെ പടത്തിൽ ഒരു നായകന്റെ റോള് ഉണ്ട് എന്ന് ചോദിച്ചാൽ തുട്ടൊക്കെ പറയുന്നു. അപ്പൊ തുട്ടൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അജുവിന്റെ രീതി എങ്ങനെയാ? റെഡി, ഞാനും അഭിനയിക്കാം എന്ന് പറയുമോ? അതോ ഞാനും പറയുന്നത് മാന്യമായിട്ട് പറയും. പക്ഷെ എന്നാലും ഞാനിപ്പോ ചേട്ടനിപ്പോ ഒരു കഥ എന്നോട് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു കഥ പറഞ്ഞു, ഞാനത് കഥയെ കേട്ട് നായകനാണ് എനിക്ക് പറഞ്ഞിരിക്കുന്ന വേഷമെങ്കിൽ ഞാൻ അതിന്റെ അപ്പുറത്തുള്ള സഹനടനിലെ ഏറ്റവും നല്ല വേഷമേ ചോദിക്കാറുള്ളൂ സാധാരണ. അങ്ങനെ ചോദിക്കാറുള്ളൂ. എന്നിട്ട് ഞാൻ പലപ്പോഴും സംതൃപ്തനാണ്. അതുകൊണ്ട് വേറൊന്നുമില്ല. എന്നിട്ട് ഞാൻ പറയും, ആ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞൊരു വ്യക്തി കാശ് മുടക്കുന്ന ആളാണ്, അയാൾ മുടക്കുന്ന കാശ് തിരിച്ചു കിട്ടണം. അപ്പൊ ഞാൻ പറയും, സാറ്റലൈറ്റ് വാല്യൂ ഉള്ള ഒരു നടനെ നിങ്ങൾ സമീപിച്ച് ആ വേഷം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും, എന്നിട്ട് ഇത് ഞാൻ ചെയ്യാം. അങ്ങനെയാണ് പലപ്പോഴും ഒരു 90%. അല്ല, അജു നിരുത്സാഹപ്പെടുത്തി വിടും ഇങ്ങനെയുള്ള പൊതുവെ. മനസ്സിലാവും കാര്യം. ഞാൻ പറയും, ഏതെങ്കിലും വേഷം ഞാൻ ചെയ്യാം, നായിക വേഷം സാധ്യത വളരെ കുറവാണ്. പ്രൊഡ്യൂസർ ആവാൻ പോയപ്പോ ഭാര്യ എന്ത് പറഞ്ഞു? ഒറ്റമണിയല്ലോ. ഞാൻ എന്റെ സിനിമ ഡിസ്കഷൻസ് അങ്ങനെ ആരോടും ഇല്ല. അല്ല, ഭാര്യയോട് ചർച്ച ഒന്നും ചെയ്യാറില്ലേ? സിനിമ ഒറ്റ ഡിസിഷൻ ഉള്ളേ ഉള്ളൂ. ഭാര്യയോട് ചർച്ച ചെയ്യത്തില്ല. പറയും, ഇന്ന സിനിമ ഡിസിഷൻ ഒറ്റയ്ക്കാണ്. ജോലിക്കാരി. അതായത് ഇപ്പൊ റൊമാൻറ്റിക് സീൻസ്, ബെഡ്റൂം സീൻസ്, ഇന്റിമേറ്റ് സീൻസ് ഒക്കെ അഭിനയിക്കാൻ ആര് തരാൻ പറയാൻ പറ്റത്തില്ല അജു. ഇന്നത്തെ കാലത്ത് സഹനടൻ ചിലപ്പോ പെർഫോം ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ വന്ന ആ സീനിൽ ഞാൻ ആ സിനിമ ഇല്ലാന്ന് പറയും. അല്ല, ഭയങ്കരമായൊക്കെ വന്ന നമുക്ക് ഡെഫിനറ്റ്ലി ആ ക്യാരക്ടറിന് അത് ആവശ്യമാണ്. ഒരു പരിധി വരെയൊക്കെ ഓക്കെയാണ്. ഒരു റൊമാൻറ്റിക് ഹീറോയുടെ പരിവേഷത്തിലേക്ക് ഇറങ്ങാൻ നമ്മൾ ആലോചിച്ചിട്ടില്ല. എന്നെ കൊണ്ട് കൂട്ടിയാ കൂടൂല. കൂടത്തില്ല. ഉറപ്പാണോ? ഒരു സീനൊക്കെ വന്ന് പോവാന്നല്ലാതെ നമുക്ക് അങ്ങനെ ഒരു ക്യാരി ചെയ്യാനുള്ള റിഹേഴ്സൽ എടുത്താൽ ചെയ്യാൻ പറ്റത്തില്ല. ഇല്ല കേട്ടോ, എനിക്ക് ആ കോൺഫിഡൻസ് ഇല്ലല്ലേ. എന്തായാലും അജുവിന് ഭാവിയിൽ ആ കോൺഫിഡൻസ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, നമുക്കിനി ഒരു കാര്യം ചെയ്യാം. 30,000 രൂപയുടെ ചോദ്യത്തിലേക്ക് കടക്കാം. ഫിംഗർ മോണിറ്റർ. ബി സീരിയസ്. ഓക്കെ, എത്രാമത് സ്വാതന്ത്ര്യ ദിനമാണ് ഈ വർഷം നമ്മൾ ആഘോഷിച്ചത്? 5 ഓപ്ഷൻസ്. ഓപ്ഷൻ എ 71, ഓപ്ഷൻ ബി 73, ഓപ്ഷൻ സി 74, ഓപ്ഷൻ ഡി 75, ഓപ്ഷൻ ഇ 72. ലൂസിഫറിൽ കാണിക്കില്ലേ? വാടാ പറയട്ടെ. 75. ഇതറിയത്തില്ല പിന്നെ നമ്മള്. കുട്ടേട്ടാ കേട്ടല്ലോ, 75ാം
സ്വാതന്ത്ര്യ വാർഷികമാണ് നമ്മൾ ആഘോഷിച്ചതെന്നാണ് അജു വർഗീസ് പറയുന്നത്. അജുവിനെ എങ്ങനെ പിടി കിട്ടി പെട്ടെന്ന്? അല്ല 50 ഞാൻ ഓർക്കുന്നുണ്ട്, സ്കൂളിൽ പഠിക്കുമ്പോൾ 96, 97, 98 എന്തോ 96 അല്ലേ? അതെ. അപ്പൊ അത് ഓർക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഒരു മാർക്കല്ലേ 50, 75 എന്നൊക്കെ പറയാം. അപ്പൊ 75 നമുക്ക് ലോക്കിയല്ല, പൂട്ടാമല്ലോ. ധൈര്യം. അജു, ഇതാണ് ഏറ്റവും ഞാൻ അഭിമാനത്തോടെ നന്ദന കൃഷ്ണയ്ക്ക് നൽകുന്ന ഒരു സ്വാതന്ത്ര്യദിന സമ്മാനം അല്ലേ? ഓക്കെ, അപ്പൊ 75 താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. 75 വർഷങ്ങൾ തികഞ്ഞു. മാത്രമല്ല ചെങ്കോട്ടയിലേക്ക് പ്രധാനമന്ത്രി പതാക ഉയർത്തിയത് ഈ അടുത്ത ദിവസമായിരുന്നു. രാജ്യത്തോടെ ഭയങ്കര സ്പെഷ്യൽ വർഷമാണ്. നമുക്ക് ഒളിമ്പിക്സിൽ ഇത്രയും മെഡൽ കിട്ടി. അതെ, സ്വർണ്ണ മെഡൽ കിട്ടി. അജുവിന്റെ ഏറ്റവും ഇഷ്ടമുള്ള മേഖല ഏതാ? സിനിമ കഴിഞ്ഞാൽ സിനിമ വഴിതെറ്റി വന്നാണോ അജു? അല്ലല്ലോ, അഭിനയം വഴിതെറ്റി വന്നു. അത് വഴിതെറ്റിച്ച് വിനീത് ശ്രീനിവാസനാണോ? തെറ്റിച്ചതല്ല, ഗുണമായത്. തെറ്റിച്ചു, പക്ഷെ അത് വലിയ ജീവിതം, നമ്മുടെ ജീവിതം മാറ്റി അല്ലേ? വിനീത് മദ്രാസിൽ ഇരുന്നുകൊണ്ട്, ചെന്നൈയിൽ ഇരുന്നുകൊണ്ട് ആലോചിക്കുന്നുണ്ടാവും, ഇവനൊരു പണി കൊടുത്തപ്പോ നമ്മള് അല്ലെ നമുക്ക് കൃത്യമായിട്ട് അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ നമുക്കത് കയറ്റിവിടുക മാത്രമല്ല, ഇപ്പൊ ഇതേപോലെ കാണാനില്ലല്ലോ അജു. എവിടെയാ പുള്ളിക്കാരൻ? അദ്ദേഹം മദ്രാസ് ചെന്നൈയിലുണ്ടല്ലേ? അല്ല, ഇങ്ങോട്ടെങ്കിലും കേരളത്തിലോട്ട് കോവിഡ് ആയിട്ടായിരിക്കും കോവിഡ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടികളൊക്കെ ആയിട്ട് വരുമല്ലോ. ഇപ്പൊ എനിക്കൊന്നൊരു സിനിമ കഴിഞ്ഞെന്ന് തോന്നുന്നല്ലേ? ഹൃദയം എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് അദ്ദേഹം സംവിധാനം ചെയ്യുന്ന സിനിമ ഷൂട്ട് കഴിഞ്ഞു. പ്രണവ് മോഹൻലാലാണ്, കല്യാണി പ്രിയദർശൻ. ആരാധിക്കുന്നവരുടെ മക്കൾ അല്ലേ? അതെ, 3 പേരുടെയും മക്കളുടെ ഒരു കോമ്പിനേഷൻ ആണല്ലോ. അതുവാണല്ലോ. അങ്ങനെയുണ്ട്. അത് ചിലപ്പോ ശ്രീനിവാസൻ, പ്രിയദർശൻ, മോഹൻലാൽ, അതൊരു വല്ലാത്തൊരു കോമ്പിനേഷൻ ആയിരുന്നു അല്ലേ? അപ്പൊ അജു, നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ഓണക്കാലത്ത് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നമുക്കൊരു വിഷ്വലാണ് ആദ്യം കാണുക. നമുക്ക് അത് കഴിഞ്ഞ് നമുക്ക് മോണിറ്ററിലേക്ക് പോകാം. പ്ലേ. ടീഷർട്ട് കാളയുടെ അവിടെ ചുമപ്പോ പിങ്കോ അവരുടെ നോക്കി ഇത്രയും എനിക്ക് കാളയുടെ കൊമ്പിലെ പെയിന്റ് ശ്രദ്ധിച്ചു അജു? ഇത്രയും കണ്ടല്ലോ കാളയുടെ കൊമ്പിലെ പെയിന്റ്. ഇനി അതാണോ ചോദ്യം? നമുക്ക് നോക്കാം. മോണിറ്റർ. ജല്ലിക്കെട്ട്, അതാണല്ലോ ഈ സംഭവം. ജല്ലിക്കെട്ട് തമിഴ്നാട്ടിലാണ് സംഭവം. ജല്ലിക്കെട്ട് ഏത് ഉത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന മത്സരമാണ്? എനിക്കൊന്ന് അജുവിന് ചിലപ്പോൾ ഇത് പെട്ടെന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അജു അവിടെ തന്നെ കുറെ കാലം ഉണ്ടായിരുന്നല്ലോ. 5 ഓപ്ഷൻസ്. ഓപ്ഷൻ എ ദീപാവലി, ഓപ്ഷൻ ബി ഹോളി, ഓപ്ഷൻ സി പൊങ്കൽ, ഓപ്ഷൻ ഡി ക്രിസ്മസ്, ഓപ്ഷൻ ഇ നവരാത്രി. ജല്ലിക്കെട്ട് ഏത് ഉത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന മത്സരമാണ്? മധുരയിലേക്ക് വളരെ പ്രശസ്തമാണ്. പിന്നെ ജല്ലിക്കെട്ട് എന്ന് പറഞ്ഞ ഫെസ്റ്റിവൽ, അതവിടെ വിവാദമൊക്കെ ഉണ്ടായല്ലോ, സുപ്രീം കോടതി ഒക്കെ വന്നു. അതെ. ഞാൻ കുട്ടേട്ടിലോട്ട് പോയിക്കോട്ടെ. കുട്ടേട്ടാ, ഒന്ന് സഹായിക്കാമോ? അജു വർഗീസ്, താങ്കളെ ഞാൻ സഹായിക്കാം. എനിക്ക് തോന്നുന്നു, തോന്നട്ടെ, ഒന്നില്ലെങ്കിൽ ബി ആയിരിക്കാം, അല്ലെങ്കിൽ സി ആയിരിക്കാം. അപ്പോൾ ഹോളി അല്ലെങ്കിൽ പൊങ്കൽ. അങ്ങനെ വരുമ്പോൾ ഞാനൊന്ന് ആലോചിക്കട്ടെ. കുട്ടേട്ടൻ ഒരിക്കൽ പോലും കറക്റ്റ് ആയിട്ട് പറയില്ലല്ലേ? തെറ്റരുത്, നമ്മൾ ദൗത്യത്തിലാണ്. കാളയായതുകൊണ്ട് പൊങ്കല് പറയണമെന്നുണ്ട്, പക്ഷെ പൊങ്കല് പശു പാല്. ഇവിടെ ഇപ്പൊ ഞാൻ പൊടി എറിയുന്നത് കണ്ടു, അതുകൊണ്ടാണ് ഒരു സംശയം ഹോളിയാണോ? പറഞ്ഞോളൂ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ, ആത്മവിശ്വാസത്തോടെ പറഞ്ഞോളൂ. ആത്മവിശ്വാസം നേരത്തെ പോലെ ഇല്ല, കുറച്ച് കുറഞ്ഞു. കുറച്ചല്ല, വീണ്ടും നേരത്തെ പറഞ്ഞ ഒരു ഊഹം വിൽക്കാണ്. നമ്മുടെ കുട്ടി ഭാഷ പറഞ്ഞാൽ കുറക്കി കുത്തുന്നു അല്ലേ? ഒറ്റ കണക്ഷനെ ഞാൻ വെക്കുന്നുള്ളൂ. ആ പാൽ, പൊങ്കൽ, പശു, കാള. ഓക്കെ, എനിക്കറിയില്ല എത്ര. പൊങ്കലിൽ പോകാം. ഉറപ്പിച്ചോ? ആൻസർ സി. ഉറപ്പിച്ചോ? വേറെ വഴിയില്ല. അജുവിന് വഴിയില്ല. ഹോളി ആവാൻ വഴിയില്ല. ഹോളി കാര്യം ഞാൻ ചേട്ടൻ പറഞ്ഞ പോലെ പിന്നെയും ഈ ടോക്ക് ജനുവരിയിലൊക്കെയാ കേട്ടേക്കുന്നത്. പുതുവർഷം പൊങ്കലിലൊക്കെ 14-ാണ് പൊങ്കൽ. ആ സമയത്തൊക്കെ ജല്ലിക്കെട്ടും അല്ലെങ്കിൽ ഒരിക്കലും ഹോളി സമയമല്ല. അപ്പോ സി ഉറപ്പിക്കുന്നു, നമ്മൾ പൂട്ടുന്നു. അതെ. അപ്പോ അജു വർഗീസ് പറഞ്ഞ ഉത്തരം 40,000 രൂപയുടെ ചോദ്യം. അൺഫോർച്ചുനേറ്റ്ലി അജു വർഗീസ് പറഞ്ഞ ഉത്തരം ടെൻഷൻ ആവൂ? ഞാൻ പറഞ്ഞാൽ ടെൻഷൻ ആവൂ? അജുവിന് വിഷമം ഉണ്ടാവൂ? എനിക്ക് വിഷമം ഉണ്ടാവും. പിന്നെ എനിക്ക് വിഷമം ഉണ്ടാകാൻ പാടില്ലല്ലോ. ഉത്തരം ശരിയാണ്. ഓക്കെ, പൊങ്കലാണ്. ഹാർട്ട് ബീറ്റ് ആക്ച്വലി കൂടിയിട്ടുണ്ടായിരുന്നു. ഹാർട്ട് ബീറ്റ് ഇപ്പൊ ഒന്ന് ഹാർട്ട് ബീറ്റ് നോക്കിയാലോ അജു? കുട്ടേട്ട ഹാർട്ട് ബീറ്റ്
ഇപ്പൊ 90. എനിക്ക് തോന്നുന്നു അജു വലിയ പ്രശ്നമില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ഹൃദയം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ലോ എനിക്ക്. പക്ഷേ 76 നിന്ന് 90 ആയി. ഈ ഒരൊറ്റ ചോദ്യത്തിലെ പോയി. അതുവരെ ഞാൻ ചിരിച്ചോണ്ടിരുന്നേ. അജുവിന് ടെൻഷൻ വരുമ്പോ അജു സാധാരണ എന്താ ചെയ്യുന്നത്? ഭക്ഷണം കഴിക്കും. ടെൻഷൻ മാറ്റാൻ പറ്റിയ സാധനമാണോ ഭക്ഷണം? അടിപൊളിയല്ലേ? ആണല്ലേ? ഐസ്ക്രീം ഒക്കെ അടിപൊളിയാ ചേട്ടാ. ആണല്ലേ? എനിക്കറിയില്ലായിരുന്നത്. അല്ല ഇനിയിപ്പോ ചേട്ടൻ തുടങ്ങണ്ട, ഞാനത് നിർത്തി വരിക. കാര്യം ഇങ്ങനെ കയറി വരുന്നല്ലേ. അല്ലെ സാധാരണ എനിക്കൊന്ന് നമ്മൾ സാധാരണ ഈ സംസാരിക്കേണ്ടെന്ന് തോന്നുമ്പോഴാണ് സാധാരണ ഭക്ഷണം കഴിക്കുന്നത്. അതെ. പിന്നെ ആൾക്കാർ നമ്മളൊന്നും പറയത്തില്ലല്ലോ. അങ്ങനെ അത് ഞാൻ എനിക്ക് വളരെ വൈകി ഒരു 1.5-2 വർഷത്തിൽ വന്നൊരു വന്നൊരു ശീലമാണ് അത്. ഒരു തെറ്റായ വരുമ്പോ ഭക്ഷണം കഴിക്കും. ഐസ്ക്രീം കഴിക്കാത്ത ആളായിരുന്നു ഞാൻ. ഈ അടുത്ത് ഈ പറഞ്ഞ 2 വർഷം ലോക്ക്ഡൌണിന് കുറച്ച് മുന്നേ തൊട്ട് ആണ് ഇത് വന്നു തുടങ്ങി. അപ്പൊ നമുക്കിനി ഒരു കാര്യം ചെയ്യാം. നമ്മൾ അടുത്ത ലെവലിലേക്കാണ് പോകുന്നത്. അപ്പൊ ലെവൽ 2ലേക്ക് ഇത് പൊങ്ങും. ഇനിയിപ്പോ അടുത്ത 50,000 രൂപയുടെ ചോദ്യമാണ്. 40,000 രൂപ കിട്ടിക്കഴിഞ്ഞു. നമുക്കൊരു കാര്യം ചെയ്യാലോ, ഈ സമയത്ത് നമുക്ക് നന്ദന കൃഷിയോട് ഒരു 2 വാക്ക് പറഞ്ഞാലോ. ഹായ് നന്ദന. നന്ദന, ഇപ്പോഴേ എന്താ സംഭവിച്ചത്? നമ്മുടെ അജു വർഗീസ് ധീരമായിട്ട് പോരാടി നമ്മൾ 40,000 രൂപയുടെ ഉത്തരങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. എല്ലാം നന്ദനയ്ക്ക് വേണ്ടി അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു താങ്ക്സ് പറഞ്ഞോളൂ. താങ്ക് യു സോ മച്ച്. അല്ല താങ്ക് യു നന്ദന. ഇത് ഞാൻ ഒരു ലക്കിലാണ് പോകുന്നത്. പക്ഷെ ഒരൊറ്റ ആഗ്രഹവും ഒരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. ഇതിൽ എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം എത്തുക, ലെവൽ എത്തുക. ഈ ഓണക്കാലത്ത് നന്ദനെ ഒന്ന് സന്തോഷിപ്പിക്കാനാണ് അജു ശ്രമിക്കുന്നത്. നമ്മളെല്ലാവരും. അപ്പൊ ഓക്കെ നന്ദന, നമ്മൾ മത്സരം തുടരുകയാണ്. നമ്മൾ ഇനി ലെവൽ 2ലേക്ക് ഞങ്ങൾ ഇങ്ങനെ മേലോട്ട് ഉയരുകയാണ്. ലെവൽ 2 കൂട്ടേട്ടാ. ലെവൽ 2. മോണിറ്റർ പ്ലീസ്. ഇനിയിപ്പോ കളി കാര്യമായി. 1,00,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. 50,000 രൂപ. ചോദ്യം ഇതാണ്: കേരളത്തിൽ നിന്ന് നേരെ ഭൂമി തുരന്ന്, അതായത് നമ്മൾ കേരളത്തിൽ നിന്ന് ഭൂമി അങ്ങോട്ട് തുരന്ന് അപ്പുറത്തെത്തിയാൽ മറുവശത്ത് അവ എവിടെ എത്തും എന്നുള്ള ചോദ്യം. ചോദ്യങ്ങളൊന്നും പാടില്ല. തിരുവല്ല കുഴിച്ചാൽ അപ്പുറത്ത് എവിടെ എത്തും എന്നുള്ള ഒരു ചോദ്യമായത്. 5 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ അമേരിക്ക, ഓപ്ഷൻ ബി അറ്റ്ലാന്റിക് സമുദ്രം, ഓപ്ഷൻ സി പസഫിക് സമുദ്രം, ഓപ്ഷൻ ഡി കാനഡ, ഓപ്ഷൻ ഇ ബ്രസീൽ. അപ്പോൾ എവിടെയാണ് എത്തുക എന്നുള്ളതാണ് ചോദ്യം. ഗ്ലോബ്, എർത്തിനെ നമ്മളൊരു ഗ്ലോബായിട്ട് കാണുന്നു. ആ ഗ്ലോബ് തുറന്നു പോയാൽ അത് അപ്പുറം എവിടെ എത്തും എന്നുള്ളതാണ്. 90 പോടുന്ന അതിന്റെ കുട്ടേട്ടൻ എത്രാമതാ? ലാസ്റ്റേ ഉള്ളൂ, മൂന്നാമത്തത്. അല്ല റിസ്ക് എടുക്കണ്ട. അതെ വർഗീസ്, എന്തോ താങ്കളുടെ അവസാനത്തെ ചാൻസ് ആണ്. ഇനി താങ്കളെ എനിക്ക് സഹായിക്കാൻ സാധിക്കില്ല. ആയിക്കോട്ടെ. ഓക്കെ. എനിക്ക് തോന്നുന്നു ഒന്നില്ലെങ്കിൽ സി ആയിരിക്കാം, അല്ലെങ്കിൽ ഡി ആയിരിക്കാം. ഒന്നുകിൽ സമുദ്രത്തിൽ അല്ലെങ്കിൽ കാനഡയിൽ. ഇത് വല്ലാത്ത ഓപ്ഷൻ ആയിപ്പോയി അല്ലേ? ഞാൻ ഊഹിച്ച ഉത്തരം തന്നെ കുട്ടേട്ടൻ പറഞ്ഞേ. എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്ന 2 ഉത്തരങ്ങളായിരുന്നു. എ അമേരിക്ക, സി പസഫിക് സമുദ്രം. ഇതിൽ 2 ഒരെണ്ണമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പൊ അതിൽ കുട്ടേട്ടൻ എനിക്ക് പസഫിക് സമുദ്രം ഇപ്പം തന്നിട്ടുണ്ട്. സോ ഞാൻ പോകുന്നു ആൻസർ സി പസഫിക് സമുദ്രം. പിന്നെ താഴോട്ട് പോകുമ്പോൾ അവിടേക്ക് ആ പരിസരത്തെ എത്തുള്ളൂ. ഒന്നെങ്കിൽ സൗത്ത് അമേരിക്ക അല്ലെങ്കിൽ അതിന്റെ താഴെ അവിടെ എത്തും അല്ലേ? പസഫിക് സമുദ്രം. അതെ, ഉറപ്പാണോ? പിന്നെ ഒരിക്കലും കാനഡ എത്തൂല. വെള്ളം കയറത്തില്ലയോ? അതല്ല, ഇതിലിപ്പോ അറിയോ, കാനഡ ഒരിക്കലും എത്തൂല. അത് ഉറപ്പ്. അവിടെ എത്താൻ പറ്റില്ല. അപ്പൊ പിന്നെ ഈ ഉത്തരവേ ഉള്ളല്ലോ. കടൽ വഴി പോവാന്നുള്ള ഇങ്ങനെയൊക്കെ ഞാൻ പാസ്സായിട്ടോ. ഈ നടന്നു പോകുന്നതിനിടയ്ക്ക് ഒരു ചോദ്യം പേപ്പർ തട്ടി റൈറ്റ് കയ്യിൽ. അത് ഭയങ്കര അതുപോലെ ഞാൻ പറഞ്ഞു. ഇങ്ങനെ ഇപ്പൊ ഇത് കാനഡ അല്ലല്ലോ, അപ്പൊ ഇതായിരിക്കുമല്ലോ. കറക്റ്റ്. അപ്പൊ നമുക്കൊരു മാപ്പിൽ നോക്കിയാലോ? നോക്കാം. ആന്റിപ്പോഡ് വളരെ ജ്ഞാനപരമായ ഒരു കാര്യം. LED. ഇന്ത്യ അവിടെ തുറന്ന് നമ്മള് പസഫിക് സമുദ്രത്തിന്റെ അവിടെ എത്തുവോ? ഇല്ല, നമ്മൾ അങ്ങനെ തുറന്നാലും കണ്ടോ നേരെ പോയി അവിടെ എത്താൻ പോണത് എവിടെയാ? ഇന്ത്യ കിടക്കുന്ന പസഫിക് സമുദ്രത്തിലാണ് അല്ലേ? അതെ. അപ്പോ എന്തായാലും അജു എന്തോ താങ്കൾ പറഞ്ഞ ഉത്തരം നിർഭാഗ്യവശാൽ തെറ്റിപ്പോയി എന്ന് പറയാൻ കഴിയില്ല. ശരിയാണ്. അതെ, കാനഡ ആവില്ലല്ലോ. കുഴിച്ചു ചെന്നാൽ ഒന്ന് പേടിച്ച് പസഫിക് സമുദ്രത്തിൽ തന്നെ എത്തും അല്ലേ? അല്ലേ? അപ്പോ ഏതാണ്ട് ആ ഒരു ചോദ്യത്തോടെ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അത്രയും വലിയ ചോദ്യം വേണ്ട. അതല്ലല്ലോ പണി. രാവിലെ എണീറ്റ് ജലദോഷം ഉണ്ടാക്കുന്നതല്ലല്ലോ നമ്മുടെ പണി. അജുവിന്റെ പൊതുവെയുള്ള ഈ വാർത്താ ശേഖരണമൊക്കെ എങ്ങനെ, എവിടെ നിന്നൊക്കെയാ വാർത്ത ലഭിക്കുന്നത്? ഈ ഗോസിപ്പിംഗ് അല്ല ഉദ്ദേശിച്ചത്, മറ്റുള്ള വാർത്തകൾ. ഫേസ്ബുക്ക് ആണ് ഇപ്പൊ പ്രാധാന്യമായിട്ടും. FB-യിൽ സജീവമാണോ? FB-യിൽ സജീവമാണ്. ബാക്കി സോഷ്യൽ മാധ്യമങ്ങളൊന്നും. ഇൻസ്റ്റാഗ്രാമില് ഇല്ല. സുന്ദരിമാരെ കാണാൻ പോകുന്നില്ല അവിടെ? അതില് ഈ 3-ലും അഡ്മിൻസ് ആണ്. അജു ഒരു സൗന്ദര്യ ആസ്വാദകനല്ലേ?
ആസ്വാദനം കാണാൻ ചോദിച്ചാൽ അതിനുവേണ്ടി സമയം കണ്ടെത്തി പോകാറില്ല. പിന്നെ കാഷ്വലി കണ്ടാൽ ഇതിന്റെ ഇടയ്ക്ക് ഫേസ്ബുക്കിലാണോ ഇൻസ്റ്റാഗ്രാമിലാണോ ടൊവിനോട് മത്സരിച്ചത്? അതോ മസിൽ കാണിച്ചു? അത് ഒരാൾ ഉണ്ടാക്കി തന്ന ട്രോളാ. അത് ട്രോളായിരുന്നു അല്ലേ? ഓ അത് ശരി, അങ്ങനെ പോസ്റ്റ്. അല്ലാതെ അവനോട് മത്സരിച്ചു. ടൊവിനോ പക്ഷേ ഒന്നും ഞെട്ടി. ടൊവിനോ വിചാരിച്ചു ഈ മസിലൊക്കെ പുള്ളിക്കുകാരന് മാത്രമേ ഉള്ളൂ. അല്ല, അവനറിയാം. ടൊവിയുടെ കൂടെ ഗോദ എന്ന സിനിമ ചെയ്ത സമയത്ത് ഞാനൊരു സംശയം ചോദിച്ചു ചേട്ടാ. ആ സംശയം സത്യമല്ല. ഞാൻ ടൊവിയോട് ചോദിച്ചു, ടൊവി രാവിലെ സൈക്കിൾ ചെയ്യാൻ പോകും, ഷൂട്ട് ചെയ്യുന്ന വേണ്ടി ജിമ്മിൽ 1.5 മണിക്കൂർ പോകും. അന്നത്തെ എന്റെ ഇതാട്ടോ, നേരത്തെ പറഞ്ഞ കാഴ്ചപ്പാടല്ല. ഗോദ കഴിഞ്ഞ ഒരു 4 വർഷം എന്തായി. ഞാൻ പറഞ്ഞു, മാന്യമായി അത്യാവശ്യം ഭക്ഷണവും കഴിച്ച് ബിരിയാണി ഒക്കെ കഴിക്കുന്ന എനിക്ക് ഇത്ര വയറേ ഉള്ളൂ. ഇത്രയും കഷ്ടപ്പെടുന്ന നിനക്കും ഇത്രേ വയറല്ലേ ഉള്ളൂ, വലിയ വ്യത്യാസം ഇല്ലല്ലോ. അപ്പൊ പിന്നെ നീ ഇത്രയും കഷ്ടപ്പെടണോ? ഇതൊരു ഭയങ്കര പണിയല്ലേ? ഗോദയുടെ സമയത്ത് അവൻ പിന്നെ എക്സസൈസ് നിർത്തിയോ? ഈ കാര്യം കൊണ്ട് എക്സസൈസ് നിർത്തി. പിന്നെ പുള്ളി സജീവമായി തുടർന്നു. പക്ഷെ എന്നാലും പുള്ളിക്ക് ഈ സംശയം വളരെ, ഇപ്പോഴും ആ സംശയം പുള്ളിക്ക് ബാക്കി ഉണ്ടാവും. ഞാൻ ചോദിച്ച സത്യമല്ലേ? കറക്റ്റ് ചോദ്യമാണ്. പക്ഷെ അതുകൊണ്ടൊരു കുഴപ്പമുണ്ട്, അവൻ ജീവിച്ചിരിക്കും, ഞാൻ കുറച്ച് ചത്തു. അല്ല, അജുവിന്റെ വയറ് ചാടി വരും, പുള്ളിയുടെ വയറ് അവിടെ തന്നെ നിൽക്കും. അല്ലെ, ഇത്രയും കഷ്ടപ്പെടുന്ന അവൻ അത്രേ ആവുന്നുള്ളൂ. അല്ല, അജു ഇതൊരു മെനക്കേടായിട്ടാണോ കാണുന്നത്, ഈ വർക്കൗട്ടും ഈ പരിപാടികളൊക്കെ? ഞാൻ ആയിരുന്നു. ഇപ്പം ഈ പറഞ്ഞ പോലെ വർക്കൗട്ട് അല്ലെങ്കിൽ എക്സസൈസ് എന്നൊക്കെ പറയുന്നതിനേക്കാളും നമ്മുടെ ജീവിത രീതിക്ക് ഒരു വ്യത്യാസം നല്ലതാണെന്നുള്ളൊരു അഭിപ്രായക്കാരൻ. അജു കലാപരിപാടികൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്? ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. പാട്ട് ഒന്നും ചെയ്യാറിയാതെ ഇവിടെ എങ്ങനെ പിടിച്ചു നിൽക്കുക ചേട്ടാ? വലിയ പാട് തന്നെ. അതല്ല, പ്രേക്ഷകരുടെ ഒരു തിരിച്ചറിവ് അല്ലേ? ഇനി അതൊന്നും അറിയിക്കണ്ട, അവരോട് പറഞ്ഞ് കുത്തി ഇളക്കി നമ്മളല്ലേ. അജു, ഞാന് ഈ മഴവിൽ മനോരമ ജോലി ചെയ്യുന്ന സമയത്ത് നട്ടുച്ച നേരത്ത് ഒരാള് സ്റ്റേജിൽ നിന്ന്, ഞാൻ അടുത്തിരിക്കുക, ഒരുപാട് പ്രസംഗിക്കുക. അപ്പൊ ഈ സദസ്സിലിരിക്കുന്ന കുറച്ച് ആൾക്കാർ, അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ, അവർക്ക് ഭക്ഷണം കഴിക്കാൻ പോകാൻ സമയം കഴിഞ്ഞു. അപ്പൊ സമയമായിട്ട് 4 മണിയായി, ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടില്ല. സ്റ്റേജിൽ നിൽക്കുന്ന ആൾ നിർത്തുന്ന ലക്ഷണമൊന്നുമില്ല. പുള്ളി തുടങ്ങിയിട്ട് 3 മണിക്കൂറായി. അപ്പൊ എനിക്ക് വാട്സപ്പിൽ ഒരു സന്ദേശം വന്നു. സദസ്സിൽ നിന്നൊരു രസികൻ അയച്ചതാണ്, മകനെ കത്തി താഴെ ഇടൂ. ഞാനപ്പോ ആ സന്ദേശം അദ്ദേഹത്തെ കാണിച്ചു കൊടുത്തു. അപ്പൊ തന്നെ അദ്ദേഹം കത്തി താഴെ മനസ്സിലായി. ഓക്കെ, നമുക്ക് തുടരാം. അജുവിന് എഞ്ചിനീയറിംഗ് ഒക്കെ ആയിരുന്നല്ലോ. കണക്ക് എങ്ങനെയായിരുന്നു? കണക്ക് എല്ലാം കണക്കാ? ഇല്ല, ഭേദമായിരുന്നു. സ്കൂളിൽ വെച്ച് എനിക്ക് ജോഗ്രഫി, ഹിസ്റ്ററി ഒക്കെ ആയിരുന്നു പാട്. കണക്കല്ല ഓർത്തിരിക്കാൻ വലിയ പാടാ. മെമ്മറി സ്ട്രോങ് അല്ലേ അജു? അല്ല, പ്രൊഡ്യൂസർ കാശ് തരാണ്ട് ഓർത്തിരിക്കില്ലേ? കൊടുക്കാനുള്ളതൊക്കെ ഞാൻ മറന്നു പോകും, കിട്ടാനുള്ളതൊക്കെ ഓർത്തിരിക്കും. നന്നായിട്ട് ഓർത്ത് വയ്ക്കും. പ്രേക്ഷകർ ഓർത്തോളൂ, കൊടുക്കാനുള്ളതൊക്കെ ചിലപ്പോൾ മറന്നു പോകും, കിട്ടാനുള്ളതൊക്കെ നല്ല സൂപ്പർ മെമ്മറി ആയിട്ട് കാത്തിരിക്കും. നല്ല ബെസ്റ്റ് ബൈ. ഓക്കെ, 60,000 ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കും. 60,000. അപ്പോ ഇത് ഇത്തിരി കണക്കാ. ഓക്കെ, മോണിറ്റർ. ചോദ്യം ഇതാണ്, ഒരു കുളത്തിലെ താമര ഓരോ ദിവസവും ഇരട്ടിയായി 10 ദിവസം കൊണ്ട് കുളം നിറഞ്ഞു എങ്കിൽ ആ കുളം പകുതി നിറയാൻ എത്ര ദിവസം വേണം? ഓപ്ഷൻ എ 5, ഓപ്ഷൻ ബി 9, ഓപ്ഷൻ സി 10, ഓപ്ഷൻ ഡി 1, ഓപ്ഷൻ ഇ 2. ഓരോ ദിവസവും ഇരട്ടിയാവും, അതാണ് 10 ദിവസം കൊണ്ട് കുളം നിറയും. കാരണം ഇന്ന് 10 നിറയുന്നു, നാളെ 20, അങ്ങനെ പോകുന്ന സംഭവമാണ്. ഇങ്ങനെയുള്ള കണക്ക് വല്ലതും എപ്പോഴെങ്കിലും ജീവിതത്തിൽ നേരിട്ടിട്ടുണ്ടോ? ഉണ്ട്. ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളില്ലേ, അതിന് പോയിട്ടുണ്ടല്ലേ? ജയിച്ചിട്ടില്ല. പ്രേക്ഷകരെല്ലാം പിടിച്ചിരുത്തി കണക്ക് ചോദിക്കുന്നു. അങ്ങനില്ല. 60,000 രൂപയുടെ ചോദ്യമാണ്. 60,000 ഊഹം വെച്ച് അറിയാലോ? 60,000 അറിയാം. ഇതിപ്പോ 10 ദിവസം കുളം നിറയുന്നത് ഇരട്ടിയായിട്ടാണ് വർത്തിക്കുന്നത്. അതെ, ഓരോ ദിവസവും ഇരട്ടിയാവും. അപ്പം തലേ ദിവസം ഉള്ളതിനേക്കാൾ ഇരട്ടിയാവുമ്പോഴാണല്ലോ കുളം നിറയുക. കറക്റ്റ്. അപ്പൊ 10 ദിവസം എന്ന് പറയുമ്പോൾ അതിന്റെ തലേ ദിവസമായ 9-ാം ദിവസം ആയിരിക്കില്ല അതിന്റെ പകുതി ഉണ്ടാവുക. അപ്പം കുളക്കരയിൽ വരുന്നു 9 ഉത്തരം. ഞാൻ ഉദ്ദേശിച്ചല്ലോ. അജു വർഗീസ് ഒരു ബുദ്ധിമാനാണ് കണക്കിന്റെ കാര്യത്തിലും. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. കാരണം അജുവിന്റെ തല ചെറിയ തലയല്ല, കുഴപ്പമില്ല തലയാ. ആ തലയോട് എനിക്കൊരു ആദരവ് തോന്നുന്നു ഇപ്പോ. എല്ലാം നന്ദനയ്ക്ക്, അതുകൊണ്ട് ഞാൻ ഫൈൻ. അജു ഇത്രയും കാലം അഭിനയിച്ച സിനിമകളിൽ അജു വളരെ കാഷ്വൽ ആയിട്ട് ഇതുപോലെ അജുവിന്റെ പ്രകൃതം അനുസരിച്ച് തന്നെ അജു ചെയ്ത റോൾ സൂപ്പറായി എന്ന് പ്രേക്ഷകർ പറഞ്ഞ സിനിമ ഏതാണ്? എനിക്ക് വെള്ളിമൂങ്ങ അങ്ങനെ ഭയങ്കര അഭിനയ സാധ്യതയുള്ള വേഷമൊന്നുമല്ല. പക്ഷേ ജിബുവേട്ടൻ പറയുന്ന പോലെ ജിബു ജേക്കബ് അദ്ദേഹം ഡയറക്ടർ ഒരു സാധനം ചെയ്ത് കഴിയുമ്പം നീ ഇഷ്ടമുള്ള പോലെ ചെയ്തോളാൻ പറഞ്ഞിട്ട് അത് ഓക്കെ പറയാറുണ്ട്. അല്ല, അജുവിന് അതാണോ സ്വാതന്ത്ര്യം? അതായത് ഇപ്പൊ പ്രത്യേകിച്ച് ഈ കോമഡിയൊക്കെ ചിലപ്പോൾ കയറ്റി ചെയ്യേണ്ടിയൊക്കെ വരുമല്ലോ. അങ്ങനെ ചെയ്യേണ്ടി വരുന്ന സമയത്ത് ഡയറക്ടർ ചിലപ്പം
ഫ്രീ ആയിട്ട് വിട്ടു തരുന്ന അങ്ങനെ ഒരു അല്ല അവസ്ഥ എനിക്കിഷ്ടം ചരടുള്ളതാ. ചേട്ടനുള്ളതാ. അജു കാട് കയറും അല്ലെങ്കിൽ കാട് കയറില്ല. കാട് ഇറങ്ങാൻ എന്തോ വേണം അത് ആദ്യം. അല്ല കാട് കയറില്ല, കേറേണ്ട സ്ഥലത്തും കേറാതിരിക്കും. ഓ അങ്ങനെ വരും. നമ്മുടെ ഉഴപ്പ് ഉഴപ്പിന്റെ അല്ല, നമുക്കൊരു ചമ്മലുണ്ട്, ആ ഇൻഹിബിഷൻ. അല്ല അമ്പിളിച്ചേട്ട ഒരു ദിവസം എന്നോട് പറഞ്ഞു, ജഗദീഷ് ശ്രീകുമാർ അതേ ഒരു ദിവസം എന്നോട് പറഞ്ഞു, എന്ത് പറയാനാണെന്ന് സ്ക്രിപ്റ്റ് നിറച്ചെഴുതി വെച്ചിരിക്കുകയാണ്, ജഗതി കോമഡി ചെയ്യുന്നു. ജഗതി കോമഡി ചെയ്യുന്നു, എന്തുകൂടെ ചെയ്യണ്ടേന്ന് ചോദിച്ചാൽ ചേട്ടൻ എന്തെങ്കിലും ചെയ്യുന്ന അങ്ങനെ ജഗതി കോമഡി ചെയ്യുന്നതിന് പുള്ളി ഒരു 16 സ്ഥലത്തെങ്കിലും അങ്ങനെ കണ്ടു. വലിയ സീരിയസ് അദ്ദേഹത്തെ പോലുള്ളവർക്കൊക്കെ സ്പോണ്ടേനിയസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. നമുക്ക് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം മലയാള സിനിമയുടെ പുണ്യമായിരുന്നു. ഞങ്ങൾ മലർവാടി ആർട്സ് ക്ലബ്ബിൽ ഞങ്ങളുടെ ഫസ്റ്റ് സിനിമ ഞങ്ങൾക്ക് അദ്ദേഹത്തിനോടൊപ്പം അഭിനയിക്കാൻ അവസരം കിട്ടി. ഫസ്റ്റ് ഡേ ഷൂട്ട് വലിയ സംഭവം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 5 പേര് അദ്ദേഹത്തിന്റെ കാലെ തൊട്ട് അനുഗ്രഹം വാങ്ങിച്ചു. എനിക്ക് ഓർമ്മയുണ്ട് ചേട്ടാ, അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു നന്നായി വരും. എന്നിട്ട് ഇതും പറഞ്ഞു, ഞാൻ വെറുതെ അങ്ങനെ പറയില്ല ആരോടും. അല്ല അമ്പിളിച്ചേട്ടൻ എല്ലാരോടും പറഞ്ഞു. ഞാൻ പറയുന്നത് അത് ഏറ്റവും നല്ലൊരു മൊമെന്റ് ആയിട്ട് ഞങ്ങളുടെ ഓരോരുത്തരും ജീവിതത്തിൽ ഇരിക്കുന്നതാണ്. കാര്യം അത്രയും വലിയ അന്ന് അനുഗ്രഹിക്കപ്പെട്ടവരെല്ലാം അറിയപ്പെട്ടു അല്ലേ? അതെ. നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി നമുക്ക് നന്ദനാകൃഷ്ണയുടെ കാര്യം മറക്കാൻ പറ്റത്തില്ല. കാര്യം അജു ചെയ്യുന്നൊരു വലിയ കാര്യമാണ്. 70,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. അപ്പോൾ ഈ സത്യത്തിൽ സാധാരണ അവതാരകൻ എന്നുള്ള നമ്മുടെ കീശ കീറി പോകുന്ന പരിപാടിയാണ് ഈ അജു പൈസ കൊണ്ടുപോകും. പക്ഷെ ഇവിടെ എനിക്ക് യഥാർത്ഥത്തിൽ വലിയൊരു പർപ്പസിനാണെന്ന് അറിയുമ്പോൾ അജു ശരിയായ ഉത്തരം പറയുമ്പോൾ എനിക്കൊരു സന്തോഷം വരിക. അതെ. അപ്പൊ എന്നെ സന്തോഷിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക അജു. അപ്പൊ 70,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. മോണിറ്റർ പ്ലീസ്. അജു, ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് 70,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ്. കേരളത്തിലെ ആദ്യ സർക്കാർ ലോട്ടറി ടിക്കറ്റിന്റെ 1ാം സമ്മാനം എത്ര രൂപയായിരുന്നു? 5 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ 10,000, ഓപ്ഷൻ ബി 50,000, ഓപ്ഷൻ സി 25,000, ഓപ്ഷൻ ഡി 1 ലക്ഷം, ഓപ്ഷൻ ഇ 10 ലക്ഷം. ആദ്യ സർക്കാർ ലോട്ടറി ടിക്കറ്റിന്റെ തുക, 1ാം സമ്മാനത്തിന്റെ തുക എത്രയാണെന്ന്. ലോട്ടറി എടുക്കുക അജു? ലവ് ആക്ഷൻ ഡ്രാമ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എടുത്തു. എന്നിട്ട് വല്ല പ്രയോജനം ഉണ്ടായോ? ഇല്ല, ഒരു പ്രയോജനം ഉണ്ടായില്ല. ഒരു ദിവസം എടുത്തു. ബൈമി എടുക്കൂ ലോട്ടറി? ബൈമി ഭാര്യ? ഇല്ല. അതേത് ഭാഷ? അത് മലയാളം തന്നെ. 1967 PK കുഞ്ഞു സാഹിബാണ് ലോട്ടറി കൊണ്ടുവന്നത്. ഓക്കെ, ധനമന്ത്രി. അപ്പൊ 67 കാര്യമാണ് നമ്മൾ ആലോചിക്കുന്നത്. ഊഹം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് 10,000 ആയിരിക്കും, 50,000 ആയിരിക്കും, 25,000 ആയിരിക്കും. ടിക്കറ്റിന്റെ വില 1 രൂപയായിരുന്നു. ഫസ്റ്റ് പ്രൈസിന്റെ മൂല്യമാണ് വാല്യൂ ആണ് നമ്മൾ ചോദിക്കുന്നത്. എന്റെ സംശയം ബലപ്പെടട്ടെ, സംശയം കൊണ്ട് ബലപ്പെടട്ടെ. ഒരിക്കലും 10 ലക്ഷം അല്ല, 1 ലക്ഷം അല്ല, 10,000 ആയിരിക്കില്ല. അപ്പൊ പിന്നെ 50,000, 25,000 രണ്ട് ഓപ്ഷൻസ് അല്ലേ? ഈ രണ്ടിലാണ് എന്റെ മനസ്സിൽ നിൽക്കുന്നത്. തൽക്കാലം അതിൽ വലുതായ 50,000 ഞാൻ പോകാം. ഒരു സിനിമ പൊളിഞ്ഞു പോയാലേ, ഈ ഉത്തരം പൊളിഞ്ഞു പോയാൽ എന്ത് സംഭവിക്കും? ഉത്തരം പൊളിഞ്ഞു പോയാൽ നമുക്ക് 10,000 അല്ലേ? അത് 6,000 ആവും. 6,000 is not a bad amount. പക്ഷേ ആ കുട്ടിക്ക് അത് ചെറിയ എമൗണ്ട് ആയിരിക്കും. ഈ 50,000 അജു വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എങ്കിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറയാൻ നിർവാഹമില്ല. ഉത്തരം ശരിയാണ്. അപ്പൊ ഒരു കാര്യം അജു, നമുക്ക് അന്നത്തെ ടിക്കറ്റ് ഒന്ന് കണ്ടാലോ? അജുന് എന്തായാലും ഇത് കാണാൻ പറ്റി കാണത്തില്ല. ലുക്ക് അറ്റ് ദ LED. ഫസ്റ്റ് പ്രൈസ് 50,000. അതെന്താ ആ ഫോട്ടോ വെക്കാൻ കാര്യം? ആതുര സേവനം. അതെ, അന്നും കോവിഡ് ഉണ്ടായിരിക്കും ചിലപ്പോ. ഈ കാലത്ത് അല്ലേ, ഈ കാലത്ത് 1.5 ലക്ഷം രൂപ 1ാം സമ്മാനം PK കുഞ്ഞു സാഹിബ്. ഇതൊക്കെ ഒരു അപൂർവ ഫോട്ടോയാ. എനിക്കൊന്ന പ്രേക്ഷകർക്ക് ഈ ഓണക്കാലത്ത് ഒരു സമ്മാനമായിട്ടിരിക്കട്ടെ. അജു, ഈ മലയാള സിനിമയിലെ അജുന് എനിക്കറിയാം, നിങ്ങൾ യങ്സ്റ്റേഴ്സിന്റെ ഒരു സൗഹൃദ ബലം തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ട്. അപ്പൊ ഈ അടുപ്പമൊക്കെ ആരോടൊക്കെയാണ് നോർമലി? എതിർഭാഗത്തോട് കൂടുതലാണോ? എതിർഭാഗം എന്ന് പറഞ്ഞാൽ ഞാൻ സ്ത്രീകള് അങ്ങനെ വ്യത്യാസമില്ല. ഇല്ല. ഓ, ആൺപെൺ വ്യത്യാസമേ ഇല്ല. അല്ല, അങ്ങനെയില്ല. അങ്ങനെ നമ്മൾ സ്നേഹം കൂടുതലോ ആണായതുകൊണ്ട് കുറവോ കാണിക്കേണ്ട കാര്യമില്ല. നമുക്ക് എന്നാലും ഒരു തുറന്നു പറഞ്ഞ ആണുങ്ങളെ കൂടുതലും ഒരു ലാഞ്ചന ഇടതുപക്ഷത്തോട്ടാണോ? അങ്ങനെ ലാഞ്ചന ഉണ്ടാവാം അല്ലേ? ഉണ്ടാവാം. ആഫ്റ്റർ ആൾ യു ആർ യങ്. ആരോടും പറയണ്ട, അത് കിടക്കട്ടെ. ഭാര്യ അപ്പൊ പ്രശ്നം എനിക്ക് സൗഹൃദമൊക്കെ കീപ്പ് ചെയ്ത് പോകുന്നതാണ്. എല്ലാം ഞാൻ ശ്രമിക്കാറുണ്ട്. ഇനിയിപ്പം അവരുടെ ഉള്ളിൽ അതുണ്ടോന്ന് എനിക്കറിയില്ല. നമ്മൾ നമ്മുടെ കോൺട്രിബ്യൂഷൻ ചെയ്യും. വേണമെങ്കിൽ ആ വഴിക്ക് അത്രേ ഉള്ളൂ അല്ലേ?
അജുവിന് പിന്നെ ഒരു ഭയങ്കര സുഹൃത്തുക്കൾ എന്നുള്ളൊരു ഇതേ ഉള്ളൂ. ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള എന്റെ എല്ലാം ഷെയർ ചെയ്യുന്ന ഒരു സുഹൃത്തൊന്നും എനിക്കില്ല. ഇല്ല. അത് ഞാൻ മാത്രമേ ഉള്ളൂ. അതേ ഉള്ളൂ. അല്ല, അജു ഒരു സ്വേച്ഛാധിപതിയാണോ? കാര്യം ഒന്നും ഭാര്യയോട് ഷെയർ ചെയ്യത്തില്ല. ഞാൻ ഇന്ന് ഒറ്റപ്പാലം അയ്യോ, ഭാര്യയുടെ സിനിമ ഏതാന്നൊക്കെ പറയും. ആ, അല്ലാതെ ഞാൻ ഇന്ന റോള് ചെയ്യാൻ ഇന്ന സ്ക്രിപ്റ്റ് വായിച്ചത് ഞാൻ ചെയ്യട്ടോ. അതൊന്നും അല്ല, അവരിങ്ങനെ കുടഞ്ഞെടുക്കുവോ? അത് ഇല്ല, പുള്ളിക്കാരിക്ക് ആ താല്പര്യമില്ല. സിനിമ കാണിക്കാൻ കൊണ്ടുപോവാ അജു? പിന്നെ കാണാൻ പോയിട്ടുണ്ട്. സിനിമ എന്നെക്കാളും കൂടുതൽ കാണാൻ പോകുന്ന ആളാ. തീർച്ചയായിട്ടും സിനിമയിൽ അവർ ആരാധിക്കുന്ന അജുവിനെ ആയിരിക്കത്തില്ല. തീർച്ചയായിട്ടും അല്ല. അല്ല, ടൊവിനോയാണ്. ടൊവിനോയാണ് ഇപ്പൊ ഇപ്പൊ അറ്റ് പ്രസന്റ് അല്ലേ? ഒരു 2 വർഷമായിട്ട്. അതെ, അത് മസിലാണോ പ്രശ്നം? പുള്ളിയുടെ മസിലാണോ? എനിക്കൊന്ന് ടൊവിനോയുടെ ആ ഒരു ഞങ്ങൾ താമസിച്ചിരുന്ന ഫ്ലാറ്റില് ഒരു ഗ്രൂപ്പ് ഉണ്ട് ഇവർക്ക്, ടൊവിനോ ഫാൻസ്. ഉണ്ടോ? ആഹാ. അതായത് ഒരു 10-12 മെമ്പേഴ്സ് ഉണ്ട്. ഭാര്യ അതിൽ അംഗമാണോ? അതെ. അപ്പം എനിക്ക് തോന്നുന്നു ഇത് പലയിടത്തും ഉണ്ട്. ഉണ്ടോ? അപ്പൊ ഞാൻ ടൊവിനോ അറിയിച്ചിട്ടുണ്ട്. നിർബന്ധം കാരണം. പിന്നെ ഞാൻ അധികം അല്ലേ, എനിക്ക് തോന്നുന്നല്ലേ അജു നമ്മുടെ വീട്ടിലൊക്കെ സംഭവിക്കുന്നെങ്കിൽ നമ്മൾ പറയുന്നത് അതൊക്കെ പുള്ളി മേക്കപ്പ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യുന്ന എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ അജു പറഞ്ഞിട്ടില്ലേ? ഞാനോ പറ്റാൻ അത്രയും താത്താൻ നോക്കി. പിന്നെ അത് പിന്നെ നമ്മുടെ ജോലിയാണ്. എന്നിട്ട് അതായത് അവനെ കണ്ടു കഴിഞ്ഞാൽ തിരിഞ്ഞു നടക്കണം എന്നുള്ള രീതിക്ക് വരെ ശ്രമിച്ചു. സ്വഭാവം അത്ര ശരിയല്ല. സ്വഭാവത്തെക്കാളും കൂടി ഞാൻ പിടിച്ചത് ഈ ഒരു ഉത്തരവാദിത്തമില്ലായ്മ, വാക്ക് പറഞ്ഞാൽ കീപ്പ് ചെയ്യാത്ത തെറ്റിക്കും. ഇവരെയൊക്കെയാണോ നിങ്ങൾ പോലുള്ളവര്? അതെ. വിദ്യാഭ്യാസമില്ലേ എന്നൊക്കെ ചോദിച്ചു കാണുമല്ലോ. പിന്നെ ഞാൻ പറഞ്ഞു ഈ മസിലൊക്കെ ചുമ്മാ. ഇതിലൊരു കാര്യമില്ല. ഒന്നുമില്ല, കംപ്ലീറ്റ് വെള്ളം ഒഴുകി പോകത്തേ ഉള്ളൂ. പക്ഷെ എന്നിട്ടൊന്നും പൊളിയുന്നില്ല അല്ലേ? അപ്പൊ അജുവിനെ പച്ചവെള്ളത്തിൽ വിശ്വസിക്കുന്നില്ല ഭാര്യ എന്ന് മനസ്സിലായി എന്നും വേണമെങ്കിൽ പറയാം അല്ലേ അജു? അപ്പൊ ഞാൻ പറഞ്ഞ പൈസ ചെലവാക്കിയാലും വേണ്ടില്ല, ഒരു അജു വർഗീസ് ഫാൻ അസോസിയേഷൻ ഉണ്ടാക്കണം അവിടെ. ഫാൻസ് വല്ലതും ഉണ്ടോ അജു? ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് മോണിറ്റർ നോക്കാം, അല്ല രാജു കിട്ടും നോക്കാം. ഓക്കെ, മോണിറ്റർ പ്ലീസ്. അപ്പോ ഇനി 80,000 രൂപയുടെ ചോദ്യമാണ് അജു. 80,000. മൈ നെയിം ഈസ് ഖാൻ എന്ന സിനിമ കാണാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞതിന് തന്റെ സിനിമകളുടെ മുഴുവൻ സമാഹാരവും ഷാരൂഖ് ഖാൻ ഒരാൾക്ക് അയച്ചു കൊടുത്തു. ആരാണത്? ജെയിംസ് കാമറൂൺ, മനോജ് നൈറ്റ് ശ്യാമളൻ, എലിസബത്ത് രാജ്ഞി, പൗലോ കൊയ്ലോ, ക്രിസ്ത്യാനോ റൊണാൾഡോ. മൈ നെയിം ഈസ് ഖാൻ. അദ്ദേഹം ഒരു എഴുത്തുകാരനാണെന്നാണ് എന്റെ അറിവ്, എന്റെ ഓർമ്മ. എഴുത്തുകാരനാണ്, തീർച്ചയായിട്ടും എഴുത്തുകാരനാണ്. നിങ്ങളൊരു കാര്യം തീവ്രമായി ആലോചിച്ചാൽ പ്രകൃതി നിങ്ങൾക്ക് വേണ്ടി ഗൂഢാലോചന നടത്തും എന്ന് പറഞ്ഞ ഒരു മനുഷ്യനാണ് അദ്ദേഹം. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ഉത്തരം ഡി, പൗലോ കൊയ്ലോ. പൗലോ കൊയ്ലോ. പൗലോ കൊയ്ലോ തന്നെ ആയിരിക്കുമോ? അത് പറഞ്ഞത് പൗലോ കൊയ്ലോ ആണ് ചേട്ടൻ പറഞ്ഞത്. അതറിയായിരുന്നു അല്ലേ? അതറിയായിരുന്നു. ഞാൻ ഒരേ ഒരു ബുക്കേ വായിച്ചിട്ടുള്ളൂ, അത് ഇതേ ഉള്ളൂ. അതെന്താ പുസ്തകം വായിച്ചാൽ വിവരദോഷം ഉണ്ടാവും വിചാരിച്ചിട്ടാണോ? അതല്ല, ക്ഷമയില്ല. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യണം. പുസ്തകം എടുത്ത് ആദ്യത്തെ പേജ് അവസാനത്തെ പേജ്, ആദ്യത്തെ പേജ് വായിച്ചു, മറിച്ചു. രണ്ടാമത്തെ പേജ് കഴിയുമ്പോ ആദ്യത്തെ പേജ് മറന്നു. എന്താ വായിച്ചത്? എസെൻസ് ഉണ്ടാവും. അല്ല, നമുക്ക് അതിലെ ചിലരൊക്കെ പറയില്ലേ ഇന്ന പുസ്തകത്തിൽ ഇത്രാമത്തെ വാക്യമൊക്കെ എനിക്ക് അറിയാന്ന് പറഞ്ഞാൽ അതിലേക്ക് കോട്ട് ചെയ്യാറില്ല. ഈ തലയും വെച്ചിട്ടാണോ സിനിമ അഭിനയിക്കുന്നത്? എനിക്ക് ചേട്ടാ ഇത് പറയല്ലേ, ഇത് പുറത്തൊക്കെ പറയല്ലേ, കുറച്ചാളും കൂടെ ഉന്തിത്തള്ളി പോണം. അപ്പൊ സീൻ മറന്നു പോകാനൊക്കെ സാധ്യത ഉണ്ടല്ലോ. കട്ട് ചെയ്തല്ലേ എടുക്കുന്നത്? അത് ഞാൻ തലേദിവസം തൊട്ട് പഠിക്കാൻ തുടങ്ങും. എഴുതി പഠിച്ച സിനിമകൾ വരെ ഉണ്ട്. അതുകൊണ്ടോ? ഓ, ഇതൊരു സംഭവമാണ് കേട്ടോ. അജു വർഗീസ് ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ ചേട്ടൻ പറഞ്ഞാലേ സീൻ വന്നിട്ട് ചെയ്തോന്ന് പറഞ്ഞാൽ MT ആണെങ്കിൽ എനിക്ക് പറ്റത്തില്ല. നിങ്ങൾ എന്നെ പറഞ്ഞ് നിങ്ങളുടെ ജോലി അജു വർഗീസ് തമാശ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സംഭവം നടക്കത്തില്ല അല്ലേ? ഒരു രക്ഷയില്ല. അങ്ങനെ ആരും എഴുതത്തൂല്ലേ, അവർക്ക് കാര്യം അറിയാം. അപ്പൊ പൗലോ കൊയ്ലോ, ഈ പൗലോ കൊയ്ലോ മലയാള സിനിമയിൽ വലിയ ചർച്ചാ വിഷയമായ ഒരു സിനിമയിൽ ഞാൻ ആ ഭാഗമായ സിനിമയാണ്. അജുവിന്റെ ഭാഗമായിരുന്നു. അതെ. അങ്ങനെയാണെങ്കിൽ ഞാൻ മറ്റേ ഡയലോഗ് അടിക്കത്തില്ലായിരുന്നു. ഓക്കെ, അപ്പോ ഉത്തരം ശരിയാണ്. അപ്പോ മൈ നെയിം ഈസ് ഖാൻ റിലീസ് ആയത് 2010. 2015 അങ്ങനെ ട്വീറ്റ് വന്നു. അദ്ദേഹം എല്ലാ സിനിമകളും അദ്ദേഹം അയച്ചു കൊടുത്തു. വലിയൊരു കാര്യമാണ്. എപ്പോഴെങ്കിലും അജു കേരളത്തിന് പുറത്തുള്ള താരങ്ങളെ, ഇപ്പൊ ഷാരൂഖ് ഖാൻ പോലുള്ള താരങ്ങളെ ആരെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ഷാരൂഖ് ഖാനെ ഈ ഒരു ദൂരം, ആ ക്യാമറയും ഞാനും തമ്മിലുള്ള അത്രേ ഉള്ളൂ. ദുബായില് അദ്ദേഹം നിവിന് ഒരു പുരസ്കാരം സമ്മാനിക്കാൻ അദ്ദേഹം നിവിൻ പോളിക്കോ. അപ്പൊ ഞങ്ങൾ ജേക്കബിന്റെ സ്വർഗരാജ്യം ഷൂട്ട് ചെയ്യുമായിരുന്നു. അപ്പം അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നല്ലോ. അപ്പം ഷൂട്ട് കഴിഞ്ഞിട്ട് ഈ ഫംഗ്ഷന് ഞാനും കൂടെ വലിഞ്ഞു കയറി പോയി. കാണുക എന്നുള്ളതാണല്ലോ. അങ്ങനെ ഞാൻ ഈ ദൂരത്തുനിന്ന് കണ്ടു. സംസാരിക്കാൻ ശ്രമിച്ചില്ല? ഇല്ല, ശ്രമിച്ചിട്ട് കാര്യമില്ല, നടക്കത്തില്ല.
അങ്ങനെ നമുക്കറിയാലോ, ഇപ്പൊ വന്നിട്ട് ഒരു ഹായ് ഹലോ ഷെയ്ക്കാൻ തന്നിട്ട് ഒന്നും ഇവിടെ സംഭവിക്കുന്നില്ല. അദ്ദേഹം ഓർമ്മിക്കില്ല. ആൾക്കാർ നമുക്ക് ദൂരെ നിന്ന് അത് ഒന്ന് കാണാൻ നല്ലത്. മാത്രമല്ല ദൂരെ നിന്ന് കാണുമ്പോൾ കൂടുതൽ സൗന്ദര്യം കാണുകയും ചെയ്യും. ഇനി നമ്മളെ 1 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. നമ്മളിനി അടുത്ത ലെവലിലേക്ക് പോകുന്നു അജു. ലെവൽ 3. ഓക്കെ, മോണിറ്റർ പ്ലീസ്. അജു, നമ്മൾ ഈ സംസാരിക്കുന്നത് ഈ നന്ദനകൃഷ്ണയും ഫാമിലിയും കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും തന്നെ ഇരിക്കുകയാണ്. കാരണം അവർ നമ്മുടെ കൂടെ തന്നെ മത്സരത്തിലുണ്ട്. 1 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് കിടക്കാണ്. 5 പൂജ്യമുള്ള ഒരു സംഖ്യ. 1 ലക്ഷം, 1 lakh. കോഴിക്കോട് സാമൂതിരിയുടെ ഏത് സേനാ വിഭാഗത്തിന്റെ തലവനായിരുന്നു കുഞ്ഞാലി മരയ്ക്ക? അല്ലെ തലവന്മാരായിരുന്നു കുഞ്ഞാലി മരയ്ക്ക? ഓപ്ഷൻ എ നാവികസേന, ഓപ്ഷൻ ബി അഗ്നിശമന സേന, ഓപ്ഷൻ സി വ്യോമസേന, ഓപ്ഷൻ ഡി ദ്രുതകർമ്മസേന, ഓപ്ഷൻ ഇ രഹസ്യാന്വേഷണ സേന. എനിക്കൊന്ന് മരക്കാർ സിനിമ ഒക്കെ കിടക്കുകയാണ് അല്ലേ? അതുകൊണ്ട് തന്നെ അറബിക് കടലൊക്കെ ആയിട്ട് കണക്ട് ചെയ്തത് കൊണ്ടും അഗ്നിശമന സേനയായിരിക്കും നാവികസേനയായിരിക്കും? എനിക്ക് തോന്നുന്നു നാവികമാണെന്ന്. ഫയർഫോഴ്സ് ആയല്ലോ. കടലിൽ നിന്ന് വെള്ളമെടുക്കാം. അന്ന് ഈ നമുക്ക് വരുന്ന ശത്രുക്കൾ ഫുൾ കരമാർഗമല്ലേ, കടൽ മാർഗമല്ലേ? കടല. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹം അവിടുത്തെ നാവികസേനയുടെ തലവനായാലല്ലേ കാര്യമുള്ളൂ എന്ന് ചോദിച്ചാൽ അതിനകത്തൊരു എന്നാണ് പ്രശ്നം. അജുന് ഈ കുഞ്ഞാലി മരക്കാർ പോലെ ഒരു ക്യാരക്ടർ ആരെങ്കിലും തന്ന അവരൊരു വിരക്കെട്ടാണെന്ന് വെച്ചു തന്നാലേ എന്നാ പിന്നെ ഞാൻ ചെയ്യില്ല. ഉറപ്പാണോ? ഇല്ല. അപ്പൊ ഏത് വേഷമാ? ഒരു 10 വേഷം പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന വേഷങ്ങൾ ഒന്ന് പഠിച്ച് കണ്ടിട്ട് വരിക. പഠിച്ചു, അതിന്റെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ചെയ്യുക. അവിടുന്ന് ഒരു അടുത്ത സ്റ്റെപ്പ് ചെറിയ ക്യാരക്ടർ വേഷങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ ചെയ്യുന്നത്. അങ്ങനെയല്ലേ? ഇപ്പൊ ഞാൻ ചില സിനിമകളിൽ ഞാൻ നേരത്തെ ചേട്ടാ നായകന്റെ കൂട്ടുകാരൻ ത്രൂ ഔട്ട് ഉണ്ട്. പക്ഷെ ഒരു സപ്പോസ് അതിലൊരു കഥാപാത്രം ഉണ്ട്, 5 സീനേ ഉള്ളൂ. പക്ഷെ അതാണ് ഇപ്പൊ എനിക്ക് വ്യത്യാസമുള്ള ഒരു സാധനമാണെങ്കിൽ ഞാൻ അത് എടുക്കും. എന്റെ ത്രൂ ഔട്ട് 35 ദിവസമുള്ള റോള് ഞാൻ ഇപ്പൊ എടുക്കാറില്ല. ഇപ്പഴത്തെ ഒരു ക്യാരക്ടർ റോൾ ഉണ്ടെങ്കിൽ അതെനിക്ക് ദിവസങ്ങളുടെ എണ്ണമല്ല, സീൻസിന്റെ ഗുണമാണ്. മറ്റേത് കുറച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും മാറി ചെയ്യാൻ പഠിക്കാൻ ഫുൾ പടം ചെയ്യുന്നേക്കാൾ നല്ല ഒരു 5 സീൻ അതാകുമ്പോൾ നമുക്ക് ഒന്ന് ശ്രമിച്ചു നോക്കാം. റിസ്ക് അവർക്കുണ്ടാക്കാൻ അവർക്കുണ്ട് അവരുടെ റിസ്ക് കുറയ്ക്കാം. അപ്പൊ റിസ്ക് എലമെന്റ് കുറയ്ക്കുന്നതാണ് നമ്മുടെ പരിപാടി. അപ്പൊ കുഞ്ഞാലി മരക്കാർ വന്ന ഒരു കാരണവശാലും ചെയ്യത്തില്ല. കുഞ്ഞാലി മരക്കാർ വന്ന ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടിയിലിരിക്കാൻ പറ്റും. പക്ഷെ എനിക്ക് അല്ല ജു, ചിലപ്പോ എന്താ പറയാ, കുഞ്ഞാലി മരക്കാർ അങ്ങനെ ഇറക്കിയാലേ തിരുവല്ല കുഞ്ഞാലി മരക്കാർ അല്ലേ മിക്കവാറും അതിന്റെ ആവശ്യം വരും. ഓക്കെ, അപ്പൊ നമ്മളപ്പോ ഏതിലാ നമ്മള് പൂട്ടാൻ പോകുന്നത്? നാവികസേനയാണ്. അപ്പൊ മരക്കാർ എന്നുള്ള സിനിമ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അങ്ങനെ പറഞ്ഞത്. അഫ്കോഴ്സ് അല്ലേ? ഞാൻ അപ്പ കിട്ടുന്ന വെച്ചിട്ടല്ല, അത് ഭയങ്കര ബുദ്ധി വെച്ചൊന്നും ഞാൻ ചെയ്യാനൊന്നുമില്ല. ഇത്രയും ബുദ്ധി കൊണ്ട് ജീവിച്ചു പോകാൻ തെളിഞ്ഞു അല്ലേ? ഇതിലും ഇല്ലാത്തവരോട് എന്നെക്കാളും നന്നായി ജീവിക്കണു. ഇതിന് നല്ല രീതിയിൽ. അപ്പൊ താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്, യു ഗോട്ട് 1 lakh. നന്ദനകൃഷ്ണ ഒരുപക്ഷെ വീട്ടിൽ നിന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നന്ദനകൃഷ്ണനോട് ചോദിക്കാം, 1 ലക്ഷം രൂപ കിട്ടിയിരിക്കല്ലേ? നന്ദനകൃഷ്ണ, ഹൗ ആർ യു? ഫൈൻ. നന്ദന, 1 ലക്ഷം രൂപ അജു വർഗീസ് ഇങ്ങനെ പോരാടി എന്റെ കീശ ഇങ്ങനെ കീറി 1 കോടി രൂപ 1 ലക്ഷം രൂപ കടന്നിരിക്കുകയാണ്. എന്താ ഇപ്പൊ പറയാനുള്ളത് നന്ദന? മോളെ, ഇപ്പോ അജു ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ചിലപ്പോ 1 കോടി എത്തുമെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. മോള് ഹാപ്പി ആയോ? സന്തുഷ്ടയാണല്ലോ? എന്തായാലും 1 ലക്ഷം രൂപ റെഡിയായി. ഓക്കെ മോളെ, അപ്പൊ നമ്മളെ വരുന്നു. മോക്ക് പഠിക്കാനുള്ള പൈസയൊക്കെ ആയി വരുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോ ഈ വീഗം വേണ്ടും വരാം. നമ്മൾ കുറച്ച് ചോദ്യങ്ങളൂടെ ഉണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പൊ അജു എന്തെങ്കിലും പറയുന്നുണ്ടോ? അതെ, കഴിഞ്ഞിട്ട് പറയാം, സന്തോഷമായിട്ട് പറയാം അല്ലേ? അപ്പൊ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടന്നല്ലോ അജു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മോണിറ്റർ പ്ലീസ്. ചോദ്യം ഇതാണ് അജു. കുരങ്ങൻ സംസ്ഥാന മൃഗമായ ഇന്ത്യൻ സംസ്ഥാനം. കുരങ്ങനും വേണമല്ലോ ഒരു ദിവസം. അതായത് ഓപ്ഷൻ എ മണിപ്പൂർ, ഓപ്ഷൻ ബി ത്രിപുര, ഓപ്ഷൻ സി നാഗാലാൻഡ്, ഓപ്ഷൻ ഡി തമിഴ്നാട്, ഓപ്ഷൻ ഇ മേഘാലയ. കുരങ്ങൻ സംസ്ഥാന മൃഗമായി അംഗീകരിച്ചിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് എന്നാണ് എന്റെ ചോദ്യം. മണിപ്പൂർ, ത്രിപുര, നാഗാലാൻഡ്, തമിഴ്നാട്, മേഘാലയ.
തമിഴ്നാട് എനിക്ക് തോന്നുന്നത് വരയാടാണ്. ആ പിന്നെ മണിപ്പൂരിൻ്റെത് ഇങ്ങനെ വലിയ ഐഡിയ ഇല്ല. ഊഹം എനിക്ക് തോന്നുന്നത് അജു കറക്കി കുത്തുവാണെന്ന് തോന്നുന്നല്ലോ. അല്ല അല്ല, കറക്കി കുത്തല്ല. തമിഴ്നാട് മേഘാലയയും നാഗാലാൻഡും അല്ല. അല്ല, മണിപ്പൂർ അല്ലെങ്കിൽ ത്രിപുര. അതിൽ മണിപ്പൂർ എനിക്ക് വീണ്ടും ഒരു സംശയമുണ്ട്. അതില് മണിപ്പൂരിൽ ഡൗട്ട് ഉണ്ടോ? മാൻ ആണോ മണിപ്പൂരിന്റെ എനിക്കൊരു സംശയമുണ്ട്. മാൻ പോലത്തെ എന്തോ ഒരു ത്രിപുര കൂട്ടുവാണോ? ആ വലിയൊരു ദൗത്യമാണ് അജു ഏറ്റെടുത്തിരിക്കുന്നത്. സാധാരണ സിനിമ അഭിനയിക്കുമ്പോൾ നമുക്ക് സിനിമ അഭിനയിച്ച് പൊടിയും തട്ടി കാശും കൊണ്ടൊക്കെ പോയാൽ മതി. ഇതങ്ങനല്ല. കാശ് വാങ്ങിച്ച് എൻഷുർ ചെയ്ത് ഒരാൾക്ക് കൈമാറണം അയാളുടെ ഉപരിപഠനത്തിന്. അതാണ് ഇപ്പോൾ ഒരു പ്രശ്നം. താങ്കൾ പറഞ്ഞ ഒരു കാര്യം ശരിയാ. മണിപ്പൂരിലൊരു മൃഗം മാനാണ്, സംഘായി മാനാണ്. അപ്പൊ പിന്നെ ഉത്തരം ശരിയാണ്. ഈ വിവരമൊക്കെ എവിടെ വെച്ചിരിക്കുന്ന അജു? ഇതൊന്നും ഒന്നും ഇല്ലല്ലേ അല്ലേ? ഇതൊക്കെ വെറും പുഷ്പം അല്ലേ? ഇതൊക്കെ ചെറിയ ചെറിയ സാമ്പിൾ മേടിക്കട്ടെ. എങ്ങനെയാപ്പാ ഇതൊക്കെ? അല്ല, എന്നാലും അത് ഭയങ്കരമായിപ്പോയി സംഭവം. ഈ വീട്ടിലെ തിരക്കിനിടയിലേക്ക് അല്ലേ? ഈ അജു പൊതുവേ ഈ സമയം, പ്രത്യേകിച്ച് കോവിഡ് കാലത്ത് സമയം പോക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു പണിയാണ്. അതായിരുന്നു ഏറ്റവും വലിയ സമയം പോക്കുന്ന കാര്യം. അപ്പൊ ഈ സമയം പോക്കാൻ എങ്ങനെയാ ഉപയോഗിച്ചത് അജു? കാര്യം വീട്ടുകാർ തന്നെ കുറച്ച് ദിവസം ഒന്ന് ഇറങ്ങി ചോദിക്കില്ലേ? ഇറങ്ങി പോകാനും പറ്റൂലല്ലോ, ഗവൺമെന്റ് കോവിഡിലേക്കല്ലേ ഇറങ്ങുന്നത് അല്ലേ? അല്ല, വീട്ടിൽ ഉണ്ടാവണം എന്ന് ഭയങ്കരമായി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു കുറേ ദിവസം. കുറേ ദിവസം ഞാനായി. അപ്പൊ അതുകൊണ്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ ചിലപ്പോ ഉള്ളിലുണ്ടാവും. ജോലിയൊന്നും ഷൂട്ടൊന്നും ഇല്ലേ? അതാണ് കോവിഡ് വരുത്തിയ ഏറ്റവും വലിയ. കോവിഡ് ഒരുപാട് തിരിച്ചറിവുകൾ അല്ലേ ഉണ്ടാക്കി. എന്ന് വെച്ചാല് അകന്ന് നിൽക്കുന്നിടത്താണ് സൗന്ദര്യം, സ്നേഹം അങ്ങനെ വേണം വരാൻ അല്ലേ? ഇങ്ങോട്ട് കയറണ്ട എന്നൊക്കെ പഠിപ്പിച്ചൊരു കാര്യം. അജുവിനും ഒരു അങ്ങനെ ഒരു ഫീല് വന്നു അല്ലേ? ഒരു ഫീല്. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോയല്ലോ. ഇനിയിപ്പോ നമുക്ക് 3 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. 3 lakhs. ഓക്കെ. ഈ അടുത്ത സമയത്ത് 3 ലക്ഷം സ്വന്തമായിട്ട് കണ്ടോ? ഇല്ല. കണ്ടതൊക്കെ ആദ്യമേ കഴിഞ്ഞു. എന്റെ പൊന്നെ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് 3 ലക്ഷത്തിന് വേറെ ആൾക്ക് വേണ്ടി ആണെങ്കിൽ പോലും 3 ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. അജു, മോണിറ്റർ. ചോദ്യം ഇതാണ്: ഭഗത് സിംഗ് ജനിച്ച ബെൻഗാ ഗ്രാമം ഇപ്പോൾ ഏത് രാജ്യത്തിലാണ്? ഓപ്ഷൻ എ അഫ്ഗാനിസ്ഥാൻ, ഓപ്ഷൻ ബി നേപ്പാൾ, ഓപ്ഷൻ സി ബംഗ്ലാദേശ്, ഓപ്ഷൻ ഡി പാകിസ്ഥാൻ, ഓപ്ഷൻ ഇ ഭൂട്ടാൻ. ഭഗത് സിംഗ് ജനിച്ച സ്ഥലം ഏത് രാജ്യത്താണെന്നാണ് ചോദ്യം. അദ്ദേഹം ജനിച്ചത് 1907 എക്സാക്ട്ലി പറഞ്ഞാൽ സെപ്റ്റംബർ 28 ഭഗത് സിംഗ് ജനിച്ചത്. അപ്പൊ അദ്ദേഹം ജനിച്ചത് ഏത് രാജ്യമാണ്? ഒരുപക്ഷെ അഭിമാന സ്തംഭമായ ഒരു ദേശീയ നേതാവ് ജനിച്ച ഗ്രാമം ഇപ്പോൾ എവിടെയാണ്? ഇന്ത്യയിലല്ല എന്നുള്ളത് ഉറപ്പാണ്. പഴയ ചരിത്ര കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അജു കിട്ടും. അജു ഇത്രയും കാര്യങ്ങൾ ചോദിച്ച് പറഞ്ഞില്ലേ? ഈ ചോദ്യത്തിന് ചെറിയൊരു പഴക്കം വീഴും. 114 വർഷങ്ങൾക്ക് മുമ്പുള്ള ചോദ്യം. പാകിസ്ഥാൻ. മരിച്ചത് പാകിസ്ഥാനിലാണ്, ലാഹോറിൽ വെച്ചാ മരിച്ചത്. പക്ഷേ 1931 ഭഗത് സിംഗ് മരിക്കുന്നത്. അത് മാർച്ച് 23 ഇത് ലാഹോറിലാണ് മരിക്കുന്നതൊക്കെ. അപ്പൊ പാകിസ്ഥാനല്ലേ പറഞ്ഞേ? ഭഗത് സിംഗ് ജനിച്ച ബെൻഗാ ഗ്രാമം ഇപ്പോൾ പാകിസ്ഥാനിലാണെന്നാണ് അജുവിന്റെ ചരിത്രബോധം. എന്റെ ബോധത്തിൽ അങ്ങനെയാണ്. എനിക്ക് കാലയിലൊന്നും തട്ടിയില്ലല്ലോ. അപ്പൊ എനിക്ക് സംശയം വന്നു. ഉരിഞ്ഞോ? ഇല്ല, ഉരിയല്ലേ? കാര്യം നമുക്ക് ഉരിയാനാകെ ഈ മുണ്ട് മാത്രമേ. ഓണക്കോടി മാറിപ്പോയ വിഷുക്കണിയായി. ഓണക്കോടി മാറിയാൽ വിഷുക്കണിയായി. ബി കെയർഫുൾ. ഓണക്കോടി മാറിയാൽ വിഷുക്കണി. ഓ ഐ ഗോട്ട് ഇറ്റ്. പ്രേക്ഷകർക്ക് ഇപ്പൊ മനസ്സിലായി എന്താ ഉദ്ദേശം എന്നുള്ളത്. ഇപ്പൊ അജു മലയാള ടെലിവിഷനിൽ മുണ്ടുവിപ്ലവം നടന്നുകൊണ്ടിരിക്കുക. ഞാനത് തുടങ്ങി വെച്ചത്. അതായത് ഞാൻ വിചാരിച്ചു പാശ്ചാത്യ ടെലിവിഷനിലൊക്കെ തന്നെ സായിപ്പന്മാരെല്ലാം പാൻറ്റുമൊക്കെ എടുത്തിട്ട് അടിപൊളിയായിട്ട് ടൈയൊക്കെ കെട്ടി രാവിലെ വരുന്നു. നമ്മള് മുണ്ടല്ലേ എടുത്തു, കയ്യിൽ ലുങ്കിയൊക്കെ കൊടുത്ത് ഞാൻ മുണ്ടെടുത്ത് കയറി. നല്ല കാര്യമാണ്. അപ്പൊ മാത്രമല്ല ഭയങ്കര ഇഷ്ടമുള്ള കാറ്റും വെളിച്ചമൊക്കെ ഉണ്ട് എല്ലാ രീതിയിലും. ഒരു അതല്ല അജു, ഇങ്ങനെ നമ്മൾ നടക്കുമ്പോഴല്ലേ അതിന്റെ ഒരു ഭയങ്കര രസമല്ലേ? ഓക്കെ. അജു മുണ്ട് വിപ്ലവത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ് തീർച്ചയായിട്ടും. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. അങ്ങനെ അജു സപ്പോർട്ട് ചെയ്ത സ്ഥിതിക്ക് താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഉത്തരം ശരിയാണ്. ഒന്ന് റിലാക്സ് ആയിരുന്നു. ഇപ്പൊ റിലാക്സ് അല്ല, ഓടിയിട്ട് അല്ല 3 ലക്ഷം രൂപ ആയി കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഹാർട്ട് ബീറ്റ് ഒന്ന് നോക്കിയാലോ?
പൈസ കൂടുന്തോറും ഹാർട്ട് ബീറ്റ് ഇതില് ഈ ചോദ്യത്തിൽ എനിക്ക് ടെൻഷൻ അങ്ങനെ ഇല്ലായിരുന്നു. ഇല്ലായിരുന്നു അല്ലേ? എന്നാലും നോക്കിക്കളെ. കാര്യം അറിയാം അജു, ചിലപ്പോഴേ പൈസ കൂടുന്നതിനനുസരിച്ച് ഹൃദയത്തിന്റെ ഇടി എങ്ങനെ ഉണ്ടെന്ന് അറിയണമല്ലോ. പ്രൊഡ്യൂസർമാർക്കൊരു പാഠമാവും. ഓക്കെ, ഹാർട്ട് ബീറ്റ് കൂട്ടേട്ടാ. ഇത് അവിടെ തന്നെ ഇത് ഇടിക്കുന്നില്ലെന്ന് തോന്നുന്നു കേട്ടോ. 95 ഉള്ളല്ലോ. 90 ആയിരുന്നു. കേറുന്നുണ്ട് 90 76, 90, 95. അപ്പൊ തീരുമ്പോഴത്തേക്ക് 107 അടിക്കും. നമ്മളിപ്പോ പറഞ്ഞ 102 ആയിരിക്കും. കേറുന്നുണ്ട്. കാര്യം 3 ലക്ഷം പോയി. ഓക്കെ, അജു യഥാർത്ഥത്തിൽ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു നടനാണെന്ന് എനിക്ക് മനസ്സിലായി. ജീവിതത്തിൽ അഭിനയിക്കാറുണ്ടോ അജു? പിന്നെ ഇഷ്ടംപോലെ. പിന്നെ സിനിമയെ കഴിഞ്ഞാൽ സിനിമയിൽ അഭിനയിക്കേണ്ട അവസരങ്ങൾ വരാറുണ്ട്. പിന്നെ നമ്മൾ മനസ്സിലാക്കുമോ മറ്റുള്ളവര്? മനസ്സിലാക്കി ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഇപ്പം അപമാനമായി വളരെ യഥാർത്ഥമായിട്ട് അഭിനയിക്കുന്ന നടന്മാരുണ്ടല്ലോ. നമുക്ക് വളരെ റിയലിസ്റ്റിക് ആയിട്ട് ബിഹേവിയറൽ ആക്ടിങ് എന്നൊക്കെ പറയുന്ന അതിൽ അഭിനയിക്കുന്ന നടന്മാര് അങ്ങനെ രണ്ടുപേരും കല്യാണം കഴിച്ചാല് ജീവിതത്തിൽ അവര് മനസ്സിലാക്കത്തില്ല ബെഡ്റൂമിൽ അഭിനയിച്ച അങ്ങോട്ടും അല്ലേ? ഞാൻ ഇങ്ങനെ പല നല്ലൊരു തോട്ടായിരുന്നു. അജുന് വേണ്ടി നടപ്പിലാക്കാവുന്നായിരുന്നു. സമയം പോയി. അല്ലേ? ഈ പറഞ്ഞ റിയലിസ്റ്റിക് ആക്ടർ ആവണം. അവിടെയും വിട്ടുപോയി. രണ്ടും വിട്ടുപോയി അല്ലേ? അപ്പൊ ഈ അജുന്റെ കള്ളത്തരം അടുത്ത നിമിഷം ഭാര്യ പിടിക്കുമോ? അതായത് വെറുതെ ഒരു 5 പ്രാവശ്യം അത് ചെയ്തത് അല്ലേന്ന് ചോദിച്ചാ എന്റെ കണ്ണ് വെറുതെ ഒരു കള്ളത്തരം കാണിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ തന്നെ ആയി മാറും. അങ്ങനെയുണ്ടോ? വലിയ പ്രശ്നമാണ്. നമ്മുടെ മുഖം പിന്നെ അതായത് ഇപ്പൊ ഇവിടെ ഇരുന്ന ഒരാളുടെ പേഴ്സ് കാണുന്നില്ല, അത് ഞാൻ സ്വപ്നത്തിൽ പോലും അകത്തായി പോകും. ഇത് വല്ല നമ്മുടെ മുഖഭാവത്തെ പെട്ടത് എന്നാ പിന്നെ സമ്മതിച്ചു കൊടുത്തേക്കാല്ലേ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡല്ലേ? അതാകെ കുഴപ്പമാവും കേട്ടോ അജു. അപ്പൊ ആൾക്കൂട്ടത്തിൽ പോകാൻ പാടില്ല. അപ്പൊ അജു ഒരു എത്ര കൊല്ലം കൂടെ സിനിമയെ കാണും? എനിക്ക് സിനിമയെ കാണാൻ വേണ്ടിയല്ല, മറ്റുള്ള പുതിയ ആൾക്കാർക്ക് നവാഗത പ്രതിഭകൾക്ക് വരാൻ വേണ്ടിയാണ്. അല്ല അജു അങ്ങനെ ആലോചിച്ചിരുന്നു കുറെ കാലം പിടിച്ചേക്കാൻ പറ്റും ഒരു ഗവൺമെന്റ് ജോലി നിൽക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വവും വാശിയാണ്. ഇറക്കി വിട്ടാലും പോകുക, നാണം കെട്ട് പിടിച്ചേക്കുക. പക്ഷെ പിടിച്ചു നിന്ന് അഭിനയം മാത്രം തുടരുക എന്നൊന്നും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പ്രേക്ഷകൻ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ചിലപ്പോ ഈ സ്റ്റാർഡം ഒക്കെ അങ്ങ് പോകും. പിന്നെ സ്റ്റാർഡം ഉണ്ടെന്ന് പോലും ഞാൻ കരുതുന്നില്ല. ഞാൻ ഈ പടം ഉള്ളപ്പോ വീട്ടിൽ കിട്ടുന്ന ഒരു ബഹുമാനം പടം ഇല്ലാത്തപ്പോഴും കിട്ടിയോന്ന് ചോദിക്കുക. പടം ഉള്ളപ്പോ വീട്ടിൽ ബഹുമാനം പടം കൊണ്ടില്ല. പ്രയോജനമില്ല. അപ്പൊ പിന്നെ ഇനി അത് പോയാലും ഇപ്പൊ തന്നെ അറിയത്തില്ലല്ലേ? ഇതുപോലെ തന്നെ പോയിക്കോളും. അജു വർഗീസ് അതിബുദ്ധിമാനായ ഒരു ചെറുപ്പക്കാരനാണ്. ഇദ്ദേഹം മുൻകൂട്ടി കണ്ടുകൊണ്ട് പല സംവിധായകരെയും മലയാള സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെയാണോ അജു? കുട്ടേട്ടൻ മനസ്സിലാക്കുന്നത് അജുവിന്റെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി കുറച്ച് സംവിധായകന്മാരെ രംഗത്തിറക്കി കഴിഞ്ഞു എന്നാണ് കുട്ടേട്ടന്റെ പക്ഷം. വളരെ രസകരമായ സിനിമ ഇപ്പോഴും തരുന്ന അവരും പഠിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് സംവിധായകരുടെ ആദ്യത്തെ അറ്റംപ്റ്റിൽ ഞാൻ ഭാഗമായിട്ടുണ്ട്. അത് പക്ഷെ ഒരിക്കലും ചേട്ടാ ഞാനല്ലെങ്കിൽ വേറൊരാൾ. അതെ, മാത്രമല്ല അവര് പുഷ്ടിപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളെ പിടിക്കണമെന്നില്ല, നമ്മളെ അഭിനയിപ്പിക്കണമെന്നില്ല. അങ്ങനെ വല്ല അല്ലേ? പിന്നെ ചേട്ടാ ഒരു സിനിമ വേണമെങ്കിൽ നമുക്ക് ബാർട്ടർ സിസ്റ്റം വെക്കാം. ഒരെണ്ണം തരും നമ്മളെ വെച്ച് ചെയ്യുക. അല്ലെങ്കിൽ അതല്ലാതെ ഒരിക്കലും അത് ഒരു ശാശ്വത അറേഞ്ച്മെന്റ് പറ്റത്തില്ലല്ലേ? അല്ല, അവർക്ക് ഡെഫിനറ്റ്ലി കഴിവുള്ളത് കൊണ്ട് അവർ എക്സെൽ ചെയ്ത് പോകുന്നത്. അതൊരാൾ ഈ അജു വർഗീസ് ഉൾപ്പെടുന്ന ഈ സൗഹൃദ സംഘം ഉണ്ടല്ലോ, ഈ മലർവാടി ഗ്രൂപ്പ്, അത് ഇപ്പോഴും ശക്തമാണോ? കമ്മ്യൂണിക്കേഷൻ പരമായി ശക്തമാണ്. ഒരുമിച്ച് ചെയ്യുന്ന സിനിമകൾ ഇപ്പൊ അധികം ഞങ്ങൾ ചെയ്തിട്ടില്ല. ഈ അടുത്തൊരെണ്ണം ചെയ്യാൻ പ്ലാൻ. അതിൽ ആരൊക്കെ ആയിരിക്കും ഉണ്ടാവുക? കാസ്റ്റിംഗ് അങ്ങനെ ആയിട്ടില്ല. തിരക്കഥ ഭഗത്താണ് തിരക്കഥ എഴുതുന്നത്. ഭഗത് മാനുവൽ. മിസ്റ്റർ വുമൺ എന്നാണ് പേര്. അജു, ഡോണ്ട് ഗെറ്റ് ഷോക്ഡ്. 5 ലക്ഷത്തിന്റെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കാണ്. 5 lakhs. 5 റെഡിയാണല്ലോ? റെഡിയാണ്. ടെൻഷൻ കൂടുന്നുണ്ടോ? ഇച്ചിരി. നെഞ്ചിടിപ്പ് ഇച്ചിരി. ഇവിടെ വരെ കേട്ടു. എനിക്കില്ലായിരുന്നു. പക്ഷെ 5 ലക്ഷം കാരണം വലിയൊരു കമ്മിറ്റ്മെന്റാ. ഇത് മറ്റൊരാൾക്ക് ഭയങ്കര ഗുണമാണ്. കിട്ടിയ വലിയ ഗുണമാണ്, ഒരു വലിയ കമ്മിറ്റ്മെന്റ്. ജീവിതത്തിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും കമ്മിറ്റ്മെന്റ് ഏറ്റെടുത്തിട്ടുണ്ടോ? ഇല്ല. ആദ്യമായിട്ടാണോ ഇങ്ങനെ സംഭവിച്ചത്? ഓക്കെ, മോണിറ്റർ പ്ലീസ്. ചോദ്യം ഇതാണ്, 5 ലക്ഷത്തിന്റെ ചോദ്യമാണ്. വളരെ കെയർഫുൾ ആയിട്ട് മറുപടി പറയണം. എന്താണ് ഇന്തോളജി? ഓപ്ഷൻ എ ഇന്ത്യയെ കുറിച്ചുള്ള പഠനം, ഓപ്ഷൻ ബി സമുദ്ര പഠനം, ഓപ്ഷൻ സി ഉപ്പിനെ കുറിച്ചുള്ള പഠനം, ഡി നരവംശാസ്ത്രം, ഈ അങ്ങനെ ഒന്നില്ല. ഇന്തോളജി എന്ന് പറയുന്നത് എന്താണ്? തലേലോളജി ആയെന്ന് തോന്നരുത്, ഇത് ഇന്തോളജി. 5 ലക്ഷം രൂപയാണ്, വലിയൊരു സംഖ്യയാണ്. പുലിവാലായോ അജു? ഇന്ത്യയെ കുറിച്ചുള്ള പഠനമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നേരത്തെ പറഞ്ഞ ലോജിക്കാണ്. പക്ഷെ എനിക്ക് ഇത് അറിയാമോ?
എങ്ങനെയാണ് അജു ഇത് അങ്ങനെയൊന്നുമില്ല, ഈ വാക്ക് കേട്ടിട്ടുണ്ട്. ആ നമ്മൾ ന്യൂമറോളജി എന്ന് പറയുന്നത് എന്താ, നമ്പർ പഠനം. ഓക്കെ. ഇതുവരെ സ്ക്രീനിൽ അജുവിനെ കണ്ടിട്ട് ഓ ഇയാൾക്ക് വിവരമൊന്നും ഇല്ലാത്തൊരു ആർട്ടിസ്റ്റ് ആയിരിക്കും എന്നെങ്ങാനും ധരിച്ചിട്ടുണ്ടെങ്കിൽ അവര് കുത്തുവാള എടുത്തു പോകും. ഉത്തരം ശരിയാണ്. ഇന്ത്യയെ കുറിച്ചുള്ള പഠനമാണ് ശരി ഉത്തരം. അജു വന്ന് അജു ഒരു വലിയ വിവരമുള്ളവനായിക്കൊണ്ടിരിക്കുന്നു. ഈ അപൂർവ നിമിഷത്തിൽ BBC വല്ല ഇന്റർവ്യൂ വരുമെന്ന് എനിക്ക് സംശയം. പ്രതീക്ഷിക്കാത്ത ഒരാളുടെ IQ ഒന്ന് ടെസ്റ്റ് ചെയ്യണം അല്ലേ? അതെ, വേറെ ആണ്ട് വരായിരുന്നു അജു അല്ലേ. മാത്രല്ല എനിക്ക് തോന്നുന്നത് അജുവിന്റെ IQ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് IQന്റെ സൂചിയിൽ പൊടിഞ്ഞു. ആ രീതിയിലുള്ള കാര്യങ്ങളുടെ പോക്ക. അജു അഭിമാനം തോന്നുന്നു ഈ നിമിഷം? നന്ദി തോന്നുന്നു. കാര്യം ഇങ്ങനൊരു കാര്യത്തിനായതുകൊണ്ട് ഭയങ്കര സന്തോഷം തോന്നുന്നു. മാർഗം ഒന്നും അതിന് വിഷയമല്ല, ലക്ഷ്യം. അജു ഇങ്ങനെ പതുങ്ങിയിരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അജു ഇങ്ങനെ ഉത്തരങ്ങൾ തെറ്റിക്കാൻ സാധ്യതയുണ്ടെന്ന്. എനിക്കും ആ നന്ദനാകൃഷ്ണനോട് ഒരു വിഷമമൊക്കെ തോന്നി. ഇപ്പോഴാണ് എനിക്ക് അജുവിന്റെ ഫുൾ റേഞ്ച് മനസ്സിലായത്. ബിഗ് റേഞ്ച് തന്നെ. അതെ അതെ, ഇതെല്ലാം കണ്ടും കേട്ടും മേളിൽ ഒരാളല്ലേ. അയ്യോ പാവം. ഓക്കെ, നമ്മൾ ഇനി 10 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. എന്ന് മാത്രമല്ല, നമ്മൾ പ്ലാറ്റ്ഫോം അടുത്ത ലെവലിലേക്ക് കുട്ടേട്ടൻ ഉയർത്തും. കുട്ടേട്ട ലെവൽ 4. അജു ജീവിതത്തിൽ ഇത്രയും കാലത്തിനിടെ അഭിനയത്തിനിടയിൽ ഈ ഏറ്റവും വലിയ അമളി എന്നാണ് പറ്റിയത്? കുറെ അമളി പറ്റി കാണുമല്ലോ എന്തായാലും അഭിനയത്തിനിടയിൽ. ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്. പറ്റി പുതിയ കാര്യമൊന്നുമല്ല. ഞാൻ ഈ ജേക്കബിൽ അസിസ്റ്റ് ചെയ്യാൻ എൻ്റെ സ്വപ്നമായിരുന്നു, സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിക്കുക. കോളേജിൽ വെച്ച് ഞാൻ വിനീതിനോട് പറഞ്ഞ കാര്യം, അത് ചെയ്യാൻ ഞാൻ ദുബായിൽ വളരെ ആഗ്രഹത്തോടെ എത്തിയപ്പോൾ എൻ്റെ മനസ്സിൽ അസിസ്റ്റന്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ മോണിറ്ററിൻ്റെ അവിടെ കസേരയിട്ടിരുന്നിട്ട് അതെ വിനീത് സംവിധാനം ചെയ്ത് കഴിയുമ്പോൾ അത് പോരായിരുന്നു, ഒന്നുകൂടെ അവനെ കൊണ്ട് എടുപ്പിക്കുന്ന പറയുന്നതായിരുന്നു ആഗ്രഹം. എന്നിട്ട് വൈകിട്ട് നിവിന് കൂടെ ദുബായി ഒക്കെ ഒന്ന് കറങ്ങി മനസ്സിലല്ലേ. അവിടെ ചെന്ന ദിവസം തൊട്ട് ഒരു 30 ദിവസം 32 ദിവസം ഞാൻ 4 മണിക്ക് എണീക്കേണ്ടി വരും. എന്നാൽ 5 മണിക്ക് വണ്ടി പോകും. എത്തുന്നത് ഒരു 10-10:30. അത് കഴിഞ്ഞിട്ട് റിപ്പോർട്ട് എഴുതി കഴിയുമ്പോൾ ഒരു 1:30-2 എല്ലാം കുളിച്ചും കഴിച്ചും റിപ്പോർട്ടൊക്കെ എഴുതി കിടക്കുമ്പോൾ. അതായത് ആ 32 ദിവസം നരകമായിരുന്നു. റിയൽ നരകമായിരുന്നു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഓടുന്ന ജീവി അസിസ്റ്റന്റ് ഡയറക്ടർ അല്ലേ. ഇവൻ നിൽക്കുന്നില്ല ഈ അസിസ്റ്റന്റ് ഡയറക്ടർ. ഈ ഡയറക്ടർ അവസ്ഥ എന്തോ? അപ്പോ ഡയറക്ടർക്ക് പിന്നെ അദ്ദേഹം ചെയ്യുന്ന സിനിമയുടെ വികാരവും വിചാരവും ഒക്കെ ഉള്ളത് കൊണ്ട് വേറെ റേഞ്ചാ. ഞാനതല്ലല്ലോ, ഞാൻ ദുബായ് ജില്ലാമെന്നല്ലേ. അതെ, ദുബായ് കാണാൻ പോയതാ അല്ലേ. പറ്റിയില്ല. ആ കാഴ്ച എനിക്ക് വലിയ താല്പര്യം തോന്നിയില്ല. പിന്നെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോ അപ്പുറത്ത് സ്വർഗരാജ്യം കണ്ടു അല്ലേ. സ്വർഗരാജ്യം കണ്ടു. ഇപ്പൊ എങ്ങനെ ആജു? അല്ല, ഇപ്പൊ നമ്മള് ഒരു പക്വതയുള്ളവനാണെന്ന് തോന്നുന്നു. അതല്ല, അങ്ങനെ ആരെങ്കിലും ഇവരൊക്കെ പറഞ്ഞു സിനിമ അല്ല, എനിക്ക് സംശയം കൊണ്ട് ചോദിച്ചത്. കോവിഡ് കാലത്ത് താടിയൊക്കെ ഇങ്ങനെ സുന്ദരമായിട്ട് വെട്ടിയത് സ്വന്തമായിട്ടാണോ? ഇവിടെ വരാൻ വേണ്ടി ചെയ്തതല്ലേ. പക്ഷെ സൂപ്പർ ആയിട്ടുണ്ട് അല്ലേ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നല്ല താടിയായിട്ടായിരിക്കും അജു വരുന്നത്. ഇവിടെ വരാൻ വേണ്ടി കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ വീട്ടിലേക്ക് കത്തയക്കാം. ചെറുപ്പക്കാരെന്ന് വിചാരിക്കട്ടെ, അവര് വിചാരിക്കും. പക്ഷെ ആ കൂടെ ഒരു യങ്ങർ സെറ്റപ്പാ ആണല്ലേ. അഫ്കോഴ്സ്. അജു 10 ലക്ഷം രൂപയുടെ ചോദ്യമാണ് അല്ലെ. ഈ ലെവലിൽ എത്തുമ്പോ സ്വന്തമായിട്ടൊന്ന് അഭിമാനിച്ചുകൂടെ? വീണ്ടും നന്ദി എന്നേ പറയാൻ പറ്റുമല്ലേ. ഈ അഭിമാനം നമുക്ക് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വേണ്ടല്ലേ. അതെ അതെ, അതുകൊണ്ട് അഭിമാനത്തെക്കാളും നമുക്കത് ഭയങ്കര കിടന്നുറങ്ങുമ്പോൾ സന്തോഷം കിട്ടുന്ന ഒരു കാര്യം. ഇന്ന് സത്യം പറഞ്ഞാൽ അജു ചെയ്യുന്നത് ഏറ്റവും വലിയൊരു പുണ്യം. കാരണം അജു നമ്മളൊരു പക്ഷേ ഈ അവസാനം ഊർത്തിനെടുക്കുമ്പോഴേ കർത്താവ് ഒരു ചോദ്യം ചോദിക്കും, ലാസ്റ്റ് വലിക്കുമ്പോഴേ നീ എന്തൊക്കെയാണ് ഈ നാട്ടിൽ ചെയ്തത് പറയാൻ പറ്റും. അപ്പൊ ഞാൻ ഇന്ന് 540 സിനിമയിൽ അഭിനയിച്ചു. അതൊക്കെ ആരും പലരും ചെയ്തിട്ടുണ്ട്. വേറെ വല്ല നല്ല കാര്യം വല്ലതും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കുട്ടിക്ക് പഠിക്കാൻ സഹായിച്ചിരുന്നു. കേസ് ഇവനെ വലിയ വേദന അറിയിക്കാതെ വലിച്ചു എന്ന് പറയും അല്ലേ. ചട്ടിയിലിട്ട് വറക്കണ്ട. ഒരു പലചരക്ക് കടയിലെ 15 കിലോഗ്രാമുള്ള ഒരു തൂക്കക്കട്ട അഥവാ തൂക്കക്കട്ടി 4 കഷ്ണമായി പൊട്ടിപ്പോയി. പക്ഷെ ആ 4 കഷ്ണങ്ങൾ കൊണ്ട് 1 മുതൽ 15 വരെയുള്ള ഏത് കിലോഗ്രാമും തൂക്കി കൊടുക്കാൻ പറ്റും. എന്നാൽ ആ 4 കഷ്ണങ്ങളുടെ ഭാരം എത്രയാണ്? ഓപ്ഷൻ എ 9, 3, 2, 1. 4ആയിട്ടാണ് ഈ കട്ടി പൊട്ടിയിരിക്കുന്നത്. ഓപ്ഷൻ ബി 1, 2, 4, 8. ഓപ്ഷൻ സി 1, 5, 3, 6. ഓപ്ഷൻ ഡി 2, 4, 6, 3. ഓപ്ഷൻ ഇ 5, 1, 4, 5. സംഭവം 15 കിലോയുള്ള കട്ടി അത് പൊട്ടി 4 കഷ്ണമായി. ആ 4 കഷ്ണങ്ങൾ കൊണ്ട് 1 മുതൽ 15 വരെയുള്ള ഭാരം തൂക്കി കൊടുക്കാൻ പറ്റണം.
1 കിലോയ്ക്ക് കൊടുക്കണം, 2 കിലോ കൊടുക്കണം, 3 കിലോ കൊടുക്കണം, 4 കിലോ കൊടുക്കണം. അങ്ങനെ 4 കഷ്ണങ്ങൾ എങ്ങനെയാണ് പൊട്ടിയിരിക്കുന്നത്? കണക്ക് ടേസ്റ്റ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്? എനിക്ക് പേപ്പറും പെൻസിലും ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച്. പേപ്പറും പെൻസിലും വെച്ചിട്ട് പൂട്ടാൻ പറ്റത്തില്ല. ഇത് 10 ലക്ഷത്തിന്റെ ചോദ്യമാണ്. മാത്രമല്ല അജുവിന്റെ കയ്യിൽ 5 ലക്ഷമേ ഉള്ളൂ. 5 lakhs. 5 lakhsന്റെ 10-1, അതായത് 50,000 രൂപയെ കിട്ടൂ ഉത്തരം തെറ്റിയാൽ. ഉത്തരം ശരിയായാൽ കളി നമ്മൾ തുടരും. പക്ഷെ പിന്മാറിയാൽ 5ന്റെ പകുതി 2.5 ലക്ഷം രൂപ അവർ കിട്ടും പഠിക്കാനായിട്ട്. അത്യാവശ്യം പെട്ട് ചെലവിനുള്ള കാശുകളൊക്കെ കിട്ടും. ശരിയായാൽ 10 ലക്ഷവും കിട്ടും. അപ്പോൾ ഓപ്ഷൻ അപകടമാണ്. 2.5 ലക്ഷത്തിന്റെ വഴിമാറ്റം, പിന്മാറ്റം, ഒരു 50,000ത്തിന്റെ തെറ്റ്, 1 കിലോ, 2 കിലോ, 3 കിലോ, ഈ 1 മുതൽ 15 കിലോ വരെ എല്ലാ വെയിറ്റും തൂക്കി കൊടുക്കാൻ പറ്റണം. ആലോചിച്ച് അജുവിനത് ഇത് ഭയങ്കര ഒരു കളിയാ. പേപ്പറും ഞാൻ ഗസ് ചെയ്യുന്നില്ല. എന്താന്ന് വെച്ചാ തെറ്റിപ്പോയാൽ ഭയങ്കര ദുരന്തമാവും, നമുക്ക് ഭയങ്കര വിഷമാവുകയും മാത്രമല്ല അജു വർഗീസിന്റെ ഒരു സിനിമയും പിന്നെ അവർ കാണത്തില്ല. ഇപ്പോഴും വിഷമമുണ്ട് കാര്യം. പക്ഷെ എന്നാൽ കൂടി ചേട്ടൻ പറഞ്ഞ പോലെ 2.5 ലക്ഷം അവർക്ക് കിട്ടും. ഞാൻ ക്വിറ്റ് ചെയ്തു, തീരുമാനിച്ചു. അജു ആലോചിക്കാതെ തീരുമാനം എടുക്കുന്ന ആളാണ് സാധാരണ, അല്ല പെട്ടെന്ന് തീരുമാനിച്ചു. അതല്ല, ഞാൻ നേരത്തെയൊക്കെ എനിക്കൊരു അല്ല ഇതിപ്പോ എനിക്ക് കിട്ടും. പക്ഷെ എനിക്ക് എഴുതി ഒന്ന് രാജഗിരി സ്കൂളിലെ കണക്കൊടുപ്പിച്ച ടീച്ചറെ ഓർമ്മിക്കുന്നുണ്ടോ? രാജഗിരിയിലെ ടീച്ചറായ ജാസ് ടീച്ചറാണ്. ജാസ് ടീച്ചർ ഇപ്പൊ വീട്ടിൽ നിന്ന് കാണുന്നുണ്ടാവും. 11ഉം 12ഉം പഠിപ്പിച്ച ജെനി ടീച്ചർ, ജെനി മിസ്, രണ്ടുപേരും വളരെ പ്രിയപ്പെട്ട കണക്കിന് ഭേദമാകട്ടോ. രണ്ടുപേരും വളരെ മനസ്സിനോട്. എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ ഈ ടീച്ചേഴ്സിനെ? കണ്ടിട്ടുണ്ട്, നിരന്തരമായിട്ട് കാണാറില്ല. ഇപ്പൊ ജെനി മിസ്സിനൊക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ അറിയിക്കുക, അല്ലെങ്കിൽ മിസ്സിനെ ഇടയ്ക്ക് വിളിക്കാൻ തോന്നുമ്പോൾ ഒന്ന് വിളിക്കൂ എന്ന് പറഞ്ഞ മെസ്സേജ് ഒക്കെ വിളിക്കാറുണ്ട്. അല്ലേ? അപ്പൊ അജു ആലോചനയോടെ ഈ കണക്ക് മിസ്സിനെ എല്ലാം മനസ്സിൽ ഓർത്തുകൊണ്ട്. അല്ല, ഇത് എനിക്ക് പെട്ടെന്ന് ഒരു സംശയമുണ്ട്. എനിക്ക് തോന്നുന്ന ഉത്തരം അതാണ്. പക്ഷെ എനിക്ക് പെട്ടെന്ന് ഇതെല്ലാം കണക്കൂട്ടി എടുക്കാൻ സമയം കിട്ടുന്നില്ല. എന്റെ പേപ്പറും പേനയും വേണം. അതുകൊണ്ടല്ല, ടെൻഷൻ ആകുമ്പോൾ നമുക്ക് കാൽക്കുലേഷൻ. പ്രൊഡ്യൂസർ ഉണ്ട് 4 ലക്ഷം രൂപ, പേപ്പറും പേനയും വേണമായിരുന്നു. എനിക്ക് തരാനാണോ? വേണ്ടല്ലോ. അതിന് ഒരു പേപ്പറും പേനയും ആവശ്യമില്ലല്ലേ? ഓക്കെ, അതാണ് എല്ലാ പ്രൊഡ്യൂസേഴ്സും പ്ലീസ് നോട്ട് ദ പോയിന്റ്. ഓക്കെ, അപ്പോ കിട്ടിയാൻ തീരുമാനിക്കുന്നു. അതെ, നന്ദന കൃഷിക്ക് 2.5 ലക്ഷം രൂപ കിട്ടും. നമ്മളിപ്പോ കിട്ടി ചെയ്തു, അത് നമ്മൾ ലോക്ക് ചെയ്തു, പൂട്ടി. ഇപ്പൊ ഇതിൽ ഏതായിരിക്കും ശരി ഉത്തരം? ഞാൻ പറയാൻ വന്നത്, പെട്ടെന്ന് നോക്കുമ്പോ എനിക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ബിയും ഡിയും ആണ് നിന്നത്. ഡി ആയിരിക്കാം ഞാൻ പറഞ്ഞേക്കാം. ഡി. അജു 1 കിലോയും അളക്കണമല്ലോ, 2 കിലോയും അളക്കണം, 3 കിലോയും അളക്കണം, 4 കിലോ. ബി ആണ് ശരി ഉത്തരം. കാര്യം 1 കിലോ അളക്കാം, 2, 1, 3, 2 അളക്കാം. 3 ചോദിച്ചാൽ 2, 1, 3 ആവും. പിന്നെ 4 അളക്കണം, 8-ന്ന് 4 കുറച്ചാലും മതി. ശരിയാ. അല്ല, എന്താണെന്നറിയോ, എനിക്ക് എയിൽ ഞാൻ കൂട്ടാൻ തുടങ്ങി. 1, 2, 3, 4. അപ്പൊ അറിയോ, കൂട്ടി എനിക്ക് മനസ്സിൽ കൂട്ടാൻ പറ്റാതായി. അതാ ചോദിച്ചു, പേപ്പറും പേനയും ഉണ്ടെങ്കിൽ അല്ലേ കിട്ടിയേനെ. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് താഴത്തോട്ട് നമ്മൾ പോകുന്നു, നന്ദന കൃഷിയോട് നമ്മൾ സംസാരിക്കുന്നു. കുട്ടേട്ടാ, ലെവൽ 1. അജു, ഇനി നമുക്ക് 2.5 ലക്ഷം രൂപയാണ് ആ കുട്ടിക്ക് ട്രാൻസ്ഫർ ചെയ്താൽ കൊടുക്കാൻ പറ്റുന്നത്. ഹയർ സ്റ്റഡീസിന് മോശപ്പെട്ട എമൗണ്ട് അല്ല ശരിക്കും, തീർച്ചയായിട്ടും. പിന്നെ നമുക്ക് കൊണ്ട് സഹായിക്കുകയൊക്കെ ചെയ്യാമല്ലോ, അല്ലേ? അപ്പോൾ നമുക്ക് അജു തന്നെ ഒന്ന് പറഞ്ഞേക്കാം നന്ദന മോളോട്. കാര്യം അവൾ ഒരുപാട് വെല്ലുവിളി, ജീവിതത്തെ മുഴുവൻ പോരാട്ടമാക്കിയിട്ടുണ്ട് അവള്. അജു ചേട്ടനെ വിളിച്ചാൽ മതി. നമ്മളുടെ കളി ഇവിടെ അത്യാവശ്യം കുഴപ്പമില്ലാതെ പോയി. ഒരു സ്റ്റേജ് എത്തി. ആ സ്റ്റേജിൽ ഞാൻ തോറ്റുപോയാൽ നമ്മൾ അതുവരെ നേടിയ കാശിന്റെ 10-1 ചുരുങ്ങി അത് 50,000 മാറും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ആ റിസ്ക് എടുത്തില്ല. നമുക്ക് കിട്ടിയ ഭൂരിഭാഗം എന്താണോ നമുക്ക് കയ്യിൽ വരിക എന്നുള്ളത് മാത്രമേ ഞാൻ ആലോചിച്ചുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ നിന്ന് പിന്മാറി. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ വരുന്ന എമൗണ്ട് തുക എന്ന് വെച്ചാൽ 2.5 ലക്ഷം രൂപയാണ്. അതേ എന്നെ കൊണ്ട് സാധിച്ചിട്ടുള്ളൂ. മോളെ, അജു ഇപ്പൊ യാത്ര പറയുകയാണ്. മോളൊന്ന് അജു ചേട്ടനോട് എന്താ പറയുന്ന വെച്ചാൽ പറഞ്ഞോളൂ. ഒരുപാട് സന്തോഷമുണ്ട്. ഇതുവരെയായിട്ട് എന്റെ ജീവിതത്തിൽ ലഭിച്ചുള്ള സഹായത്തിന് ഏറ്റവും വലിയ സഹായമാണ് ഇത്. ഒരിക്കലും മറക്കത്തില്ല. ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയിപ്പോ മോളും അജുവും ഒരേ ജില്ലക്കാരാണ്, തിരുവല്ലയിലാണ് അജു.
അപ്പൊ പത്തനംതിട്ടയിലല്ലേ മോള്? ഒരു കാര്യം ചെയ്യാം, അതുവഴി എങ്ങാനും പോകുമ്പോ മോളെ അജു ഒന്ന് വന്ന് കാണും അല്ലേ അജു? തീർച്ചയായിട്ടും. ഞാനിപ്പോ അവിടെ ഷൂട്ട് ചെയ്ത് സാജൻ അവിടെ ഷൂട്ട് ചെയ്തേ. നമ്മൾ അവിടെ ഷൂട്ട് ചെയ്ത് റാന്നി, പത്തനംതിട്ട. എപ്പോഴെങ്കിലും കോഴഞ്ചേരിയിലൊക്കെ ഷൂട്ട്? എവിടെയാണ് നന്ദനയുടെ സ്വദേശം? അടൂരാണ്. അതിപ്പോ അപ്പൊ അടൂര് വലിയ സ്ഥലമല്ലേ മോളെ? അടൂരുകാരല്ലേ വലിയ സ്ഥലം, സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നത്. അടൂർ വഴി പോകുമ്പോ അജു നന്ദന കൃഷ്ണയുടെ വിശദാംശങ്ങളൊക്കെ നമ്മൾ കൊടുക്കും. അവിടെ വന്ന് അജു ഒരു ദിവസം കാണും കേട്ടോ. മോൾക്ക് നേരിട്ട് അജുവിനെ കാണാം. അന്ന് സന്തോഷമൊക്കെ നേരിട്ട് പറയാം. ഓക്കെ, താങ്ക് യു മോളെ. അച്ഛനും അമ്മയ്ക്കും താങ്ക്സ്. ഈ പണം ഫ്ലവേഴ്സ് നേരിട്ട് ട്രാൻസ്ഫർ ചെയ്ത് നിങ്ങൾക്ക് തരും. ഓക്കെ, താങ്ക് യു. അപ്പോ അജു, വളരെ സന്തോഷം. അജുവിനെ ഏത് യാത്രയും നമുക്ക് അവസാനിപ്പിക്കണമല്ലോ. നമ്മുടെ യാത്രയുടെ അവസാനിക്കാണ്. ഈ ഓണക്കാലമാണ്. പ്രേക്ഷകർ അജുവിനെ സ്നേഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകർ ഇത് കണ്ടിട്ടാവും. പ്രത്യേകിച്ച് ഈ കാലത്ത് നമ്മൾ പ്രേക്ഷകരോട് വീട്ടിൽ ഇരിക്കണമെന്ന് പറയണ്ട, അവർക്ക് വീട്ടിൽ ഇരുന്നേ പറ്റൂ. ഇരുന്ന് ഇതൊക്കെ കാണുക എന്നല്ലാതെ വേറെ വഴിയില്ല. ഈ കോവിഡിന്റെ ചില ഗുണങ്ങളിൽ ഒന്നാണത്. ഇവിടെ നടന്ന സംഭവങ്ങളുടെ അതർ സൈഡ്, അതൊരു സതുദ്ദേശത്തോടെ ഫ്ലവേഴ്സ് ടിവിയും ചേട്ടനും കൂടെ ചേർന്ന് ഇങ്ങനൊരു അവസരം തന്നത് ആസ് എ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരുപാട് മനസ്സിന് സന്തോഷം തോന്നി. അതിൽ ഭാഗമാകാൻ സാധിച്ചില്ല. ഇപ്പം നമ്മുടെ കഴിവുകൊണ്ടൊന്നുമല്ല, അത് എങ്ങനെയൊക്കെയോ കുറേ ചോദ്യങ്ങൾ ഞാനല്ലെങ്കിൽ വേറൊരാൾ വഴി ഇവരെ തീർച്ചയായിട്ടും നന്ദനയിൽ എത്തിക്കും. അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ ക്രെഡിറ്റും ഫ്ലവേഴ്സ് ടിവിക്കും ചേട്ടനും ഞാൻ കൊടുക്കുന്നു. പിന്നെ ഇവിടെ വന്ന് ഈ ഒരു ഓണക്കാലത്ത് എന്താ ഇതേപോലെ രണ്ട് വിശേഷങ്ങൾ പറയുക അല്ലാതെ ഞാൻ ഏറ്റവും സന്തോഷമായിട്ട് കാണുന്നത് അജു. കാരണം അജുവിനോട് എനിക്ക് കുറച്ച് ഫ്രീ ആയിട്ട് ഒരു ടെലിവിഷനിൽ സംസാരിക്കണമെന്ന് ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിച്ചിട്ടുണ്ട്. അങ്ങനെ കുറെ ആൾക്കാർ നമുക്ക് സംസാരിക്കാൻ പറ്റാതെ പോയവരുണ്ട്. അപ്പൊ അവരെ ചേട്ടനോടൊപ്പം ആദ്യമായിട്ടാണ് ഞാൻ എനിക്ക് തോന്നുന്നത് അതൊരു എനിക്ക് വലിയ സന്തോഷമാണ്. ഞാൻ ടു ബി ഫ്രാങ്ക്, അജു ഒളിച്ചു വെക്കാതെ സംസാരിക്കുന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നേരെ അടുക്കളയിലൂടെ പോകും. ഇതാ നമ്മുടെ തിയറി അല്ലേ അജു? നമ്മളുടെ ഹ്യൂമർ വർക്ക്. അതെ. അജുവിനും കുടുംബത്തിനും, പ്രത്യേകിച്ച് ഭാര്യയെ നമ്മൾ ഒരുപാട് പരാമർശിച്ചു. വീട്ടിൽ വരുമ്പോൾ എന്റെ അന്വേഷണം പറഞ്ഞേക്കും. അപ്പൊ അവരോട് എന്റെ ഓണാശംസയും പറയാം. മക്കൾക്ക് പ്രത്യേകിച്ച് ഒരു ചക്കരയുമ്മ. ഓക്കെ അജു, അപ്പൊ ഞാൻ ആ 2.5 ലക്ഷത്തിന്റെ ചെക്ക് നന്ദന കൃഷ്ണയ്ക്കുള്ളത് ഒപ്പിടുകയാണ്. ഓക്കെ, അപ്പൊ ഇത് അജുവിന് തന്നെ ഞാൻ കൈമാറും. ഇങ്ങോട്ട് വന്ന് നമുക്ക് അട്ടുകാരെയൊക്കെ കാണിച്ചിട്ട് തന്നെ. ഓക്കെ, അജു ഇത് മൈജി നൽകുന്ന ചെക്കാണ്. മൈജിയാണ് ഈ ഗിഫ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ അജു, വളരെ സന്തോഷം. ഈ ഓണക്കാലത്ത് എല്ലാവിധമായ ആശംസകളും. അജുവിനെ ഇങ്ങനെ ഒരു വേദിയിൽ കുറച്ചു നേരം സംസാരിക്കാൻ പറ്റിയത് വളരെ സന്തോഷം. തീർച്ചയായിട്ടും പ്രേക്ഷകർ അജുവിനെ എൻജോയ് ചെയ്ത് കാണും. താങ്ക് യു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളിപ്പോൾ മസിലും പിടിച്ചുവിടുന്ന് സംസാരിച്ചിട്ട് കാര്യം അല്ലേ? ഓക്കെ, അജുവിനെ അപ്പോൾ ഇനിയും കാണും. ഒന്നുമില്ല, അടുത്ത സ്ക്രീനിൽ, അടുത്ത സിനിമയിൽ, അതല്ലെങ്കിൽ നേരിട്ട്. ഓക്കെ, താങ്ക് യു അജു. വെൽ ഡൺ. ഓക്കെ, യുവർ വഴി. അജു വർഗീസും ഞാനും ഒരുപാട് സംസാരിച്ചു. അജു പറഞ്ഞതിൽ പകുതിയും ചലച്ചിത്ര ലോകത്ത് ചില നഗ്ന സത്യങ്ങളാണ്. വരികൾക്കിടയിൽ വായിച്ചപ്പോൾ പ്രേക്ഷകർക്കും അത് മനസ്സിലായി കാണും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ അവസാനിക്കുന്നില്ല ഈ പരിപാടി. എന്റെ ചോദ്യപുസ്തകം നാളെ തുറക്കും. ഇനി കണ്ടുമുട്ടുന്നത് പുതിയ മത്സരാർത്ഥികളും പുതിയ ചോദ്യങ്ങളുമായി. നിങ്ങൾ കാണുന്നത് കെൻവി ഓൺലൈൻ ഇംഗ്ലീഷ് പ്രസൻസ് മൈജി ഫ്ലവേഴ്സ് 1 കോടി. ഗുഡ് ബൈ.